ചില കാഴ്ചകൾ നമ്മളെ നിശബ്ദരാകും. എന്നാൽ ചില നോട്ടങ്ങളുണ്ട്, ആ ദൃഷ്ടി നമ്മളിൽ പതിഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു നടക്കും. ശാസ്ത്രങ്ങൾ അതീവ രഹസ്യമാക്കി വച്ചിരിക്കുന്ന ആ ശാംഭവി ദൃഷ്ടിയുടെ ഉടമയെ തേടിയാണ് നമ്മളിന്നെത്തിയിരിക്കുന്നത്. ഇവിടെ ദേവിയുടെ കർണകുണ്ഡലങ്ങൾ തന്നെ 2 ശ്രീചക്രങ്ങളാണ്. ദേവിയുടെ ആ ദൃഷ്ടിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അധികം വിഗ്രഹങ്ങളിലൊന്നും ഈ ഭാവം കണ്ടിട്ടുമില്ല. യോഗശാസ്ത്രത്തിലെ വളരെ നിഗൂഢമായ ശാംഭവി ദൃഷ്ടിയാണ് ഭഗവതിയുടെ നേത്രങ്ങളിൽ നമുക്ക് കാണാനാവുക. അന്തർലക്ഷ്യം ബഹിർദൃഷ്ടി നിമേഷോന്മേഷവർജിത യേഷാസാ ശാംഭവീ മുദ്ര സർവതന്ത്രേഷു ഗോപിത. തൻ്റെ ഉള്ളിലെ ചൈതന്യത്തിൽ ലയിച്ചിരിക്കുമ്പോഴും കണ്ണിമ ചിമ്മാതെ ലോകത്തെ നോക്കി നിൽക്കുന്ന ആ കരുണയുടെ ഭാവം, ആ ദൃഷ്ടി നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ മായ്ക്കുന്നു. ഈ ശാംഭവി ദൃഷ്ടിയിലൂടെയാണ് ശാംഭവി ശാരദാരാധ്യ എന്ന വിശേഷണം കൂടിയുള്ള വിദ്യാരൂപിണിയായ ദേവി നമുക്ക് ജ്ഞാനത്തിൻ്റെ അനുഗ്രഹം നൽകുന്നത്. ലക്ഷ്യമുള്ളിലും ദൃഷ്ടി പുറത്തേക്കുമായി കൺപീലികൾ അനങ്ങാതിരിക്കുന്നതാണ് സർവ്വരഹസ്യമായ ശാംഭവി മുദ്ര. അതറിഞ്ഞവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകും. അവൻ്റെ സാന്നിധ്യമുള്ളിടം ശുദ്ധവും പവിത്രവുമാകും. ആദി ശങ്കരാചാര്യസ്വാമികളെപ്പോലെ എത്രയോ മഹാത്മാക്കൾക്കാണ് ഇവിടെ വന്ന് ആ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. അവർ നടന്നു വന്ന ഈ വഴികളിലെ ഓരോ കല്ലിനും എന്തൊക്കെ രഹസ്യങ്ങളാണ് പറയാനുള്ളത്. സൗപർണികയുടെ തണുപ്പിലൂടെ, കുടജാദ്രിയുടെ നിഗൂഢതകളിലൂടെ നമുക്ക് തുടങ്ങാം കൊല്ലൂർ മൂകാംബികാദേവിയുടെ രഹസ്യങ്ങൾ തേടിയുള്ള ആ യാത്ര. ഒരുപാട് നാളായി മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു യാത്രയാണിത്. ചില യാത്രകൾ അങ്ങനെയാണ്, നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അത് സാധ്യമാവണമെങ്കിൽ അവിടുള്ള ശക്തികൾ കൂടി വിചാരിക്കണം. ഈ യാത്രയ്ക്ക് പലതവണ തയ്യാറെടുത്തെങ്കിലും നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇപ്പോൾ അത് സാധ്യമായത്. ഈ ഒരു കവാടം എവിടെയാണെന്നതിന് പ്രത്യേകിച്ചൊരു മുഖവരെയും ആവശ്യമില്ല. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര. അവിടെ എത്തണമെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ദേവി തന്നെ വിചാരിക്കണം. തികച്ചും സത്യമായൊരു കാര്യവുമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിൽ പ്രകൃതിയും ഈശ്വരനും ഒന്നാകുന്ന ഒരിടം, അതാണ് കൊല്ലൂർ. ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് അനുഭവിച്ചറിയുകയും ചെയ്യാം. യുഗങ്ങൾക്കപ്പുറം മുതലുള്ള ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണ്. ആദി ശങ്കരാചാര്യസ്വാമികൾ തപസ്സനുഷ്ഠിച്ച കുടജാദ്രി മലനിരകളുടെ താഴ്വരയിൽ സൗപർണിക നദിയുടെ തീരത്ത് വിദ്യയുടെ അധിദേവതയായ മൂകാംബികാദേവി കുടികൊള്ളുന്നു. മലയാളികൾക്ക് മൂകാംബിക എന്നത് വെറുമൊരു ക്ഷേത്രം മാത്രമല്ല, അതൊരു വികാരം തന്നെയാണ്. കുരുന്നുകൾക്ക് വിദ്യയുടെ ആദ്യക്ഷരം കുറിക്കാനും കലാകാരന്മാർ തങ്ങളുടെ വൈദഗ്ധ്യം സമർപ്പിക്കാനുമൊക്കെ എത്തുന്ന പുണ്യസങ്കേതം. പുലർച്ചെ നിർമാല്യം മുതൽ രാത്രിയിലെ അത്താഴപൂജ വരെയും നീളുന്ന ചൈതന്യവത്തായ കാഴ്ചകൾ. മൂകാംബിക ദേവിക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. വെറുതെ ഇവിടെ വന്ന് തൊഴുത് വഴിപാടും കഴിച്ചു പോയാൽ മാത്രം പോരാ. ഇവിടെ ദേവിക്കൊരു പ്രാർത്ഥനാ സങ്കല്പം കൂടിയുണ്ട്. കാലദേശങ്ങളെ അടിസ്ഥാനമാക്കി പുരാതന കാലത്തെ ഋഷിമാരാൽ തയ്യാറാക്കപ്പെട്ട അതിശക്തമായൊരു പ്രാർത്ഥനാ മന്ത്രം. ഈ ഒരു പ്രാർത്ഥനാ സങ്കല്പം ചൊല്ലി ദേവിയെ തൊഴുന്നത് അതിവിശേഷവും ഫലപ്രാപ്തി ഉള്ളതുമാണത്രേ. ആ വിശിഷ്ട മന്ത്രം വീഡിയോയുടെ ഇടയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേവലമൊരു ക്ഷേത്ര ദർശനം മാത്രമല്ല. സൗപർണികയിലെ സ്നാനം, ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, ഐതിഹ്യങ്ങൾ, വഴിപാടുകൾ, പ്രസിദ്ധമായ സർവ്വരോഗസംഹാരിയായ അവിടുത്തെ കഷായ തീർത്ഥത്തിൻ്റെ പ്രത്യേകതകൾ, കൂടാതെ കൊല്ലൂരിലെത്തിയാൽ സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലങ്ങൾ എന്നിവയെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലൂരിലേക്ക് ആദ്യമായി വരുന്നവർക്ക് ഒരു ഗൈഡ് എന്ന നിലയിലും വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രചോദനമായും ഈ വീഡിയോ മാറുമെന്നും ഞാൻ കരുതുന്നു. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ ബൈന്ദൂർ താലൂക്കിലെ കൊല്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജാതിമതഭേദമന്യേ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ആർക്കും ഇവിടെ വരാം, ദേവിയെ ദർശിക്കാം. കുടജാദ്രി മലകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കോലാപുര ആദിലക്ഷ്മി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ചില മലയാളികൾക്കെങ്കിലും മൂകാംബിക എന്നാൽ ഒരു സരസ്വതി ക്ഷേത്രം ആണെന്ന് ഒരു ധാരണയുമുണ്ട്. എന്നാൽ ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ.
ആദി ശങ്കരാചാര്യസ്വാമികളാണ് ദേവിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചതും ഇവിടുത്തെ ആചാരക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയതും. സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പം ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ചതുർബാഹുവായ മൂകാംബികാദേവിയുടെ വിഗ്രഹവുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. മൂകാംബികാദേവി ഒരു പ്രത്യേക ദേവത മാത്രമല്ല. സ്കന്ദപുരാണമനുസരിച്ച് ദേവി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരും ത്രിമൂർത്തികളും ഒന്നിച്ചു ചേർന്ന ശിവശക്തി ഐക്യരൂപമാണ്. സുവർണരേഖയാൽ പകുത്തിരിക്കുന്ന സ്വയംഭൂലിംഗത്തിൻ്റെ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും മറുവശത്ത് പരാശക്തിയുടെ 3 ഭാവങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരുടെ സാന്നിധ്യവുമുണ്ട്. ശിവലിംഗത്തിനെ പകുത്തിരിക്കുന്ന സുവർണരേഖ തുല്യമായിട്ടല്ല, അത് അല്പം വലത്തോട്ട് മാറിയാണ്. അതിനാൽ ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്ന വലതുഭാഗത്തിന് വലിപ്പവും കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ ദേവീ സാന്നിധ്യത്തിന് കൂടുതൽ പ്രാധാന്യം വന്നതും. പരശുരാമൻ്റെ സൃഷ്ടിയിലെ 7 മോക്ഷവാസസ്ഥലങ്ങളിൽ ഒന്നാണിത്. അതുമാത്രമല്ല, കർണാടകത്തിലെ സപ്തമുക്തി സ്ഥലങ്ങളിൽ ഒന്നായും മൂകാംബിയെ കണക്കാക്കുന്നു. കൊല്ലൂർ, ഉടുപ്പി, കുക്കെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, കുംഭാശി, കോട്ടേശ്വർ, ശങ്കരനാരായണ, ഗോകർണം എന്നിവയാണ് ആ 7 സ്ഥലങ്ങൾ. ആദി ശങ്കരാചാര്യസ്വാമികൾക്ക് ധ്യാനത്തിൽ തെളിഞ്ഞ ദേവിയുടെ രൂപമാണ് നമ്മൾ പുറകിൽ കാണുന്നത്. ശംഖ്, ചക്രം, അഭയം, വരദം എന്നീ മുദ്രകളോടെ ശ്രീചക്രത്തിൽ കുടിയിരിക്കുന്ന ദേവിക്ക് സിംഹാസനസ്ഥയായ മഹാരാജ്ഞിയുടെ ഭാവമാണ്. പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ദേവി വിഗ്രഹത്തിൻ്റെ മാറിൽ അമൂല്യമായ ഒരു മരതക രത്നവും കാണാം. സ്വർണത്തിൽ തീർത്ത സിംഹമുഖം, വെള്ളിയിൽ തീർത്ത വാൾ എന്നീ അലങ്കാരങ്ങളുമുണ്ട്. ആദിപരാശക്തിയുടെ വാസസ്ഥാനമായി കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബികാദേവി. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ഇവിടെ എത്തുന്ന ഭക്തരിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളവരാണ്. ഭഗവതീ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ 108 ദുർഗാലയങ്ങളിൽ ഒന്നുമാണിത്. ഗ്രഹണ സമയത്ത് പോലും നടയടയ്ക്കാത്ത ക്ഷേത്രം എന്നൊരു പ്രത്യേകതയുമുണ്ട്. കേരളത്തിൽ തന്ത്രസമുച്ചയപ്രകാരമുള്ള പൂജാവിധാനങ്ങളാണ്, അതേസമയം മൂകാംബികയിൽ ആഗമ സമ്പ്രദായം അനുസരിച്ചുള്ളതും. രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസവുമില്ല. തന്ത്രസമുച്ചയത്തിൻ്റെ പൂർവ്വമാണ് ആഗമം. ഇതേ ആഗമം അടിസ്ഥാനമാക്കിയാണ് ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട് തന്ത്രസമുച്ചയം എഴുതിയിട്ടുള്ളതും. ക്ഷേത്രം തന്ത്രിയുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ കൂടി പറയാം. സരസ്വതീ ദേവിക്ക് ഇവിടെ പ്രാധാന്യം കൂടുതലാണ് എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. അതുപോലെ ദിവസത്തിലെ 3 നേരങ്ങളിൽ 3 ഭാവങ്ങളിലാണ് പൂജ എന്നതും ആരോ പറഞ്ഞു പരത്തിയ കാര്യങ്ങളാണ്. കാളി, ലക്ഷ്മി, സരസ്വതി സ്വരൂപിയായ മൂകാംബികയ്ക്കാണ് പൂജ. അതും ഒരേപോലെ തന്നെ ഒരു പ്രത്യേക വിധാനമാണത്. ഉച്ചപൂജയ്ക്ക് ചില വ്യത്യാസങ്ങളുണ്ട്, അതുപോലെ ചില സൂക്തങ്ങളിലും. മൂകാംബിക എന്നാൽ കാളി, ലക്ഷ്മി, സരസ്വതി സ്വരൂപിണിയായ ആദിശക്തിയാണ്, സ്വയംഭൂവാണ്. ഈ രൂപത്തിലും ഭാവത്തിലുമുള്ള ആദിമശക്തിയെ ഇവിടെ മാത്രമേ കാണാൻ കഴിയൂ. ഇവിടുത്തെ ശിവലിംഗത്തിനുമുണ്ട് ചില പ്രത്യേകതകൾ. ഭാരതത്തിൽ പല രീതിയിലുള്ള സ്വയംഭൂലിംഗങ്ങൾ കാണാൻ കഴിയും. 12 ജ്യോതിർലിംഗങ്ങൾ, പഞ്ചഭൂതലിംഗങ്ങൾ, ഗോകർണത്തെ ആത്മലിംഗം അങ്ങനെ. എന്നാൽ മൂകാംബികയിലുള്ളത് മിഥുനലിംഗമാണ്. ശിവശക്തി ഐക്യരൂപത്തിലുള്ളതാണത്. യഥാർത്ഥത്തിൽ ആദി ശങ്കരാചാര്യർ ഈ മിഥുനലിംഗ ദർശനത്തിന് വേണ്ടിയാണ് മൂകാംബികയിലെത്തിയത്. ഇവിടെ അദ്ദേഹം ദർശനം നടത്തി തപസ്സനുഷ്ഠിച്ചു. ഇപ്പോൾ കാണുന്നത് ആദി ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച വിഗ്രഹവുമാണ്. അദ്ദേഹത്തിന് ദേവി ദർശനം നൽകിയ സ്വരൂപത്തിലുള്ളതാണ് സ്വയംഭൂവിന് പിന്നിലുള്ള പ്രതിഷ്ഠ. മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലുമൊന്നും ചോറ്റാനിക്കരയെക്കുറിച്ചുള്ള പരാമർശം കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആ ഒരു ഐതിഹ്യം ഇങ്ങനെയാണ് പറയുന്നത്. സ്വന്തം നാടായ കേരളത്തിൽ വിദ്യാദേവതയായ സരസ്വതിക്ക് സ്വന്തമായി ഒരു ക്ഷേത്രം വേണമെന്ന ആഗ്രഹത്തോടെ ശങ്കരാചാര്യസ്വാമികൾ മൈസൂറിലെ ചാമുണ്ടേശ്വരിയെ തപസ്സനുഷ്ഠിക്കുകയും അങ്ങനെ സ്വാമികളുടെ ആഗ്രഹപ്രകാരം ദേവി കേരളത്തിലേക്ക് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഒരു നിബന്ധനയുണ്ടായിരുന്നു, എന്തു സംഭവിച്ചാലും തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ യാത്രയും തുടങ്ങി. പക്ഷേ കൊല്ലൂരെത്തിയപ്പോൾ ദേവിയുടെ കാലച്ച കേൾക്കാതായതോടെ നിബന്ധന മറന്ന് തിരിഞ്ഞു നോക്കിയ ആചാര്യസ്വാമികൾ കണ്ടത് ദേവി കൊല്ലൂരിൽ കുടിയിരിക്കുന്നതായാണ്. ഏറെ വിഷമിച്ച ശങ്കരാചാര്യരുടെ പ്രാർത്ഥനയിൽ മനമലിഞ്ഞ ദേവി എനിക്കിനി ഇവിടെ നിന്നും വരാനാവില്ലെന്നും താനിവിടെ കുടികൊള്ളുകയാണെന്നും ശങ്കരൻ്റെ നിർബന്ധമാണെങ്കിൽ ശങ്കരൻ്റെ നാട്ടിലെ ചോറ്റാനിക്കരയിൽ രാവിലെ തൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടാവുമെന്നും ചോറ്റാനിക്കരയിലെ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞേ താൻ കൊല്ലൂരെത്തുകയുള്ളൂ എന്നും അറിയിച്ചു. ഈ ഒരു ഐതിഹ്യമനുസരിച്ച് രാവിലെ മൂകാംബികാദേവിയുടെ സാന്നിധ്യം ചോറ്റാനിക്കരയിൽ ഉണ്ടാവുമെന്നുമാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഐതിഹ്യം. മൂകാംബികയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും ഈ ഒരു കഥ കാണുന്നില്ലെങ്കിലും മൂകാംബികാദേവി അവിടെ പ്രതിഷ്ഠിക്കുകയും അവിടുത്തെ ആചാരകർമ്മങ്ങൾ നിശ്ചയിക്കുകയും ചെയ്ത ശങ്കരാചാര്യസ്വാമികൾക്ക്
ദേവിയുടെ ചൈതന്യത്തിൻ്റെ ഒരു അംശം ചോറ്റാനിക്കരയിലേക്ക് കൊണ്ടുവരുന്നതിനും അത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്നും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടറിഞ്ഞ ആ ഐതിഹ്യങ്ങൾ അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ. ത്രിമൂർത്തി ദേവതാഭാവങ്ങൾ സമന്വയിക്കുന്നതുകൊണ്ടാണ് വിദ്യാരംഭത്തിന് സവിശേഷമായ പ്രാധാന്യം ഇവിടെ വന്നു ചേർന്നതും. അഷ്ടാദശ ശക്തിപീഠങ്ങളിൽ മുഖ്യമായ ശക്തിപീഠമാണ് മൂകാംബിക. അതായത് 108 ശക്തിപീഠങ്ങളിൽ 18 എണ്ണമാണ് പ്രധാനം. അതിലൊന്ന് മൂകാംബികയാണ്. ഇനി കേരളവുമായുള്ള ബന്ധം പറയുകയാണെങ്കിൽ പണ്ട് ഗോകർണ മുതൽ തെക്ക് കന്യാകുമാരി വരെയുള്ള ഭാഗം പരശുരാമ സൃഷ്ടിയായ കേരളമായിരുന്നു. പുരാതന കേരളത്തിലായിരുന്നു മൂകാംബികയും സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോൾ കാസർഗോഡിനപ്പുറം കർണാടകയുടെ ഭാഗമായി മാറിയെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മൂകാംബികയും. ശിവശക്തിയായുക്തോ യതിഭവതി ശക്തപ്രഭവിതും എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ സൗന്ദര്യലഹരി ശങ്കരാചാര്യർ രചിച്ചതും പാടിയതും മൂകാംബികാ സൗധത്തിലിരുന്നാണ്. ശിവൻ ശക്തിയോട് കൂടിച്ചേരുമ്പോൾ മാത്രമേ പ്രപഞ്ച സൃഷ്ടി നടത്താൻ പ്രാപ്തനാകുന്നുള്ളൂ. എന്നാൽ ശക്തിയെ വേർപെടുത്തിയാൽ ഭഗവാന് ഒന്ന് ചലിക്കാൻ പോലും സാധ്യമല്ല. സ്കന്ദപുരാണത്തിലെ കോലാപുരമാഹാത്മ്യം പറയുന്നത് പോലെ ക്ഷേത്രത്തിലെ സ്വയംഭൂലിംഗം ശിവശക്തി സംഗമത്തിൻ്റെ പ്രതീകമാണ്. ശിവനും ശക്തിയും രണ്ടല്ല, ഒന്നാണെന്ന അദ്വൈത തത്വം ഈ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ ഉറപ്പിക്കുന്നു. മധ്യത്തിൽ സുവർണരേഖയുമായിട്ടുള്ള സ്വയംഭൂലിംഗം എവിടെയുമില്ല. അതിൽ തന്നെ വാമഭാഗം അധികമായിട്ടുള്ള ലിംഗം ഇതിനു മുൻപ് എവിടെയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. സ്വയംഭൂവാദി ലിംഗനിർണയത്തിൽ ഈ ലിംഗത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. കൊല്ലൂർ മാഹാത്മ്യത്തിലും ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. സ്വർണരേഖാങ്കിതം ലിംഗം നാസ്തി നാസ്തി ജഗത്രയെ വാമഭാഗാധികം ലിംഗം ന ഭൂതോ ന ഭവിഷ്യതി. വേദവ്യാസനാൽ രചിക്കപ്പെട്ട സ്കന്ദപുരാണത്തിലാണ് ഈ മണ്ണിൻ്റെ മാഹാത്മ്യം ആദ്യമായി കുറിക്കപ്പെട്ടത്. അതിനുശേഷം ആദി ശങ്കരാചാര്യർ ഇവിടെ എത്തിച്ചേരുകയും തൻ്റെ തപസ്സിലൂടെയും പ്രതിഷ്ഠയിലൂടെയും കൊല്ലൂരിനെ ഇന്നത്തെ പുണ്യഭൂമിയാക്കി മാറ്റുകയും ചെയ്തു. മൂകാംബികാദേവി ഇവിടെ ശാന്തസ്വരൂപിണിയാണ്. മറ്റു പല ക്ഷേത്രങ്ങളിലും ദേവി ഉഗ്രരൂപിണിയോ യുദ്ധഭാവത്തിലോ ആണെങ്കിൽ കൊല്ലൂരിൽ തന്നെ തേടിയെത്തുന്ന ഭക്തരെ വാത്സല്യത്തോടെ നോക്കുന്ന അമ്മയായാണ് സങ്കല്പം. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിനും അപ്പുറമാണ് മൂകാംബികാദേവി എന്ന ശക്തി. വിശ്വാസത്തോടെ ഇവിടെ വരുന്ന ഏതൊരു ഭക്തനും അത് അനുഭവവേദ്യമാവുകയും ചെയ്യും. ഇനി നമുക്ക് ക്ഷേത്രഐതിഹ്യങ്ങളിലേക്ക് കടക്കാം. വളരെ പണ്ട് മഹാരണ്യപുരം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം കൊടും വനമായിരുന്നു. സത്യയുഗത്തിൽ ഭരദ്വാജ മഹർഷിയുടെ ശിഷ്യനായ കോലമഹർഷി ലോകനന്മയ്ക്കായി തപസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരിടം തേടി യാത്ര തിരിച്ചു. പശ്ചിമഘട്ടത്തിലെ സഹ്യാദ്രി മലനിരകളുടെ മനോഹാരിതയിൽ ആകർഷണനായ അദ്ദേഹം കുടജാദ്രി മലയുടെ താഴ്വരയിലുള്ള ഈ വനപ്രദേശത്ത് എത്തിച്ചേരുകയും തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു വന്നു. വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സംപ്രീതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് കോലമഹർഷിയെ അനുഗ്രഹിക്കുകയും അവിടെയുള്ള ശ്രീചക്രാങ്കിതമായ ജ്യോതിർലിംഗത്തെ യഥാവിധി പൂജിക്കുവാനും നിർദ്ദേശിച്ചു. സാക്ഷാൽ ആദിപരാശക്തി 3 ഭാവങ്ങളിൽ ഇവിടെ കുടികൊള്ളുന്നു. ദേവീ സാന്നിധ്യത്താൽ ജ്യോതിർലിംഗം എപ്പോഴും ചൈതന്യവത്തായിരിക്കുമെന്നും മാത്രമല്ല ഈ പ്രദേശം ഇനി മുതൽ കോലമഹർഷിയുടെ പേരിൽ അറിയപ്പെടും എന്നും മഹർഷി അനുഗ്രഹിച്ച് ഭഗവാൻ മറഞ്ഞു. അങ്ങനെ മഹാരണ്യപുരം കോലാപുരമായി മാറുകയും പിന്നീടത് ലോപിച്ച് കൊല്ലൂർ എന്നായി തീരുകയും ചെയ്തു. ഇതേ കാലയളവിൽ ഭൈരവീ ഭക്തനായ കംഹൻ എന്നൊരസുരൻ 3 ലോകങ്ങളും കീഴടക്കിയതിനു ശേഷം കോലാപുര ദേശത്തേക്ക് എത്തുകയും കോലമഹർഷിയെയും മറ്റു മനുഷ്യരെയുമൊക്കെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ദേവി ഉപാസന കൊണ്ട് അതിശക്തനായിരുന്ന അവനെ കീഴടക്കുകയും അസാധ്യമായിരുന്നു. ദേവന്മാരുടെ ആവശ്യപ്രകാരം കംഹാസുരനെ നിഗ്രഹിക്കാനായി ദേവി ത്രിപുരഭൈരവി രൂപത്തിൽ പ്രത്യക്ഷയായി. ഭയന്നോടി അസുരൻ ബ്രഹ്മദേവനിൽ നിന്നും കൂടുതൽ ശക്തിയും അമരത്വവും നേടുന്നതിനായി ഋഷ്യമൂകാചലത്തിലെത്തി കഠിന തപസ് ആരംഭിച്ചു. കംഹാസുരൻ അമരത്വം നേടിയാലുള്ള ഭവിഷ്യത്ത് മനസ്സിലാക്കിയ ദേവന്മാർ കോലാപുരത്ത് വന്ന് കോലമഹർഷിയോടൊത്ത് പരാശക്തിയെ ധ്യാനിക്കുകയും പ്രത്യക്ഷയായ ദേവിയോട് തങ്ങളുടെ സങ്കടം അറിയിക്കുകയും ചെയ്തു. പരിഹാരമുണ്ടാക്കാമെന്ന് സമ്മതിച്ച ദേവി കംഹാസുരൻ്റെ തപസ്സിൽ പ്രീതനായി ബ്രഹ്മദേവൻ പ്രത്യക്ഷനായ സമയം അസുരൻ്റെ നാവിൽ ദേവി കുടിയേറുകയും അവന് വരമൊന്നും ചോദിക്കാൻ കഴിയാത്ത വിധം മൂകനാക്കി മാറ്റുകയും ചെയ്തു. മൂകനായി മാറിയ കംഹൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ ബ്രഹ്മദേവൻ മടങ്ങുകയും ചെയ്തു. ഇതോടെ കംഹാസുരന് മൂകാസുരൻ എന്ന പേരുകൂടി ഉണ്ടായി. തൻ്റെ തപോലക്ഷ്യത്തിന് തടസ്സം നേരിട്ടതോടെ കോപിഷ്ഠനായ അസുരൻ ദേവലോകം ആക്രമിച്ചു. അങ്ങനെ വിവിധ ശക്തിരൂപങ്ങളാൽ അനുഗതയായ ഭഗവതി സാക്ഷാൽ ആദിപരാശക്തി രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് നടന്ന ഘോര യുദ്ധത്തിനൊടുവിൽ മൂകാസുരൻ്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു. ദേവി അസുരവധം നടത്തിയ സ്ഥലം ഇന്ന് മാരണക്കാട്ടെ എന്നാണ് അറിയപ്പെടുന്നത്. കൊല്ലൂരിലേക്ക് പോകും വഴിയിൽ ഏതാണ്ട് 16 കിലോമീറ്റർ ഇപ്പുറമാണ് ഈ സ്ഥലം.
ഇവിടെ ഒരു ക്ഷേത്രവുമുണ്ട്. മൂകാസുരവധം നടത്തി ലോകരക്ഷ ചെയ്തതിനാൽ ദേവി മൂകാംബിക എന്നറിയപ്പെടുകയും ചെയ്തു. കൂടാതെ ദേവി മഹിഷാസുരനെ വധിച്ചതും ഇതേ പ്രദേശത്ത് വെച്ചായിരുന്നുവെന്നും ഐതിഹ്യമുണ്ട്. ദേവീ ദർശനത്താൽ തന്നെ കംഹാസുരൻ്റെ അജ്ഞാനം നീങ്ങുകയും അസുരന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. തൻ്റെ പേരോടുകൂടി ഈ പ്രദേശവും ക്ഷേത്രവും അറിയപ്പെടണമെന്നും ലോകനന്മയ്ക്കായി ദേവി ഇവിടെ നിത്യവാസം ചെയ്യണമെന്നും മൂകാസുരൻ ദേവിയോട് അഭ്യർത്ഥിച്ചു. ആ സമയം അവിടെ കൂടിയിരുന്ന ദേവന്മാരുടെയും ഋഷിമാരുടെയും അപേക്ഷ പ്രകാരം ദേവി മൂകാസുരവധത്തിനു ശേഷം പരിവാര ദേവതകളോടും വിവിധ ശക്തികളോടും കൂടി തൻ്റെ ചൈതന്യം സ്വയംഭൂവായ ജ്യോതിർലിംഗത്തിൽ ലയിപ്പിച്ചു. പിന്നീട് ശങ്കരാചാര്യസ്വാമികളുടെ ദേശാടന കാലത്ത് അദ്ദേഹം കുടജാദ്രിയിൽ തപസ്സനുഷ്ഠിച്ച് കഴിയവേ ദേവി പ്രത്യക്ഷയാവുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദേവി പ്രത്യക്ഷയായ രൂപത്തിൽ തന്നെ ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹം അദ്ദേഹം സ്വയംഭൂലിംഗത്തിനടുത്ത് സ്ഥാപിച്ചു. ആഗമശാസ്ത്രപ്രകാരം ശ്രീ ശങ്കരാചാര്യരാൽ വിധിക്കപ്പെട്ട പൂജാവിധികളാണ് ഇന്നും മൂകാംബികയിൽ തുടർന്നു പോരുന്നത്. ഗർഭഗൃഹത്തിന് പിറകിലായി ഒരു സ്ഥാനത്ത് ആദി ശങ്കരാചാര്യസ്വാമികളുടെ ഒരു ചിത്രം കാണാം. അദ്ദേഹം ധ്യാനിച്ചിരുന്ന ഭാഗത്ത് ഒരു ചെറിയ ശ്രീകോവിലിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. ചുരുക്കത്തിൽ ഐതിഹ്യങ്ങൾ പുരാണങ്ങളിൽ നിന്നുള്ളവയാണെങ്കിലും ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെയും അവിടുത്തെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെയും ആത്മാവ് ശങ്കരാചാര്യർ തന്നെയാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ ഉപജ്ഞാതാവായി അദ്ദേഹത്തെ ആദരിക്കുന്നതും. ഒരു പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നടയടയ്ക്കുന്നത്. തുടർന്ന് ദേവപൂജ നടക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. രാവിലെ നട തുറക്കുമ്പോൾ അകത്ത് ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാൻ കഴിയുമത്രേ. പക്ഷേ അകത്ത് കണ്ടത് പുറത്തു പറയരുത് എന്ന നിബന്ധനയുള്ളതുകൊണ്ട് മറ്റു പലതും അതീവ രഹസ്യമായി തന്നെ തുടരുന്നു. ശിവശക്തി ഐക്യരൂപത്തിലായതിനാൽ ബ്രഹ്മചാരികൾ പൂജ ചെയ്യാൻ പാടില്ല എന്നും നിയമമുണ്ട്. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് കർണാടകത്തിലെ രാജപരമ്പരയുടെ സംഭാവനകളും ചെറുതല്ല. കേരളീ നായക രാജാക്കന്മാരാണ് ഇതിൽ പ്രധാനികൾ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധപതനത്തിന് ശേഷം AD 1499 മുതൽ വീരശൈവ വിഭാഗത്തിൽപ്പെട്ട കേരളീ രാജവംശം വരികയും അവർ ക്ഷേത്രത്തിനു വേണ്ടി ഉദാരമായ സംഭാവനകൾ നൽകുകയും ചെയ്തിരുന്നു. ശിവപ്പ നായകയും രാജ്ഞിയായ കേരളി റാണി ചെല്ലമ്മയുമാണ് കാര്യമായ സംഭാവനകൾ നൽകിയത്. ദേവീ വിഗ്രഹത്തിലെ അമൂല്യമായ മരതകരത്നം വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായർ സമർപ്പിച്ചതാണ്. അതുപോലെ സ്വയംഭൂലിംഗം മൂടുന്ന സ്വർണ്ണഗോളക ചെല്ലമ്മാജി സമർപ്പിച്ചതുമായാണ് ചരിത്രം പറയുന്നത്. കേരളി രാജാക്കന്മാരിൽ പ്രധാനിയായ വെങ്കടപ്പ അടിക തലമുറയിൽപ്പെട്ട പരമേശ്വര അടികയ്ക്ക് ക്ഷേത്രപൂജാവകാശം സമർപ്പിച്ചു. ഗോവിന്ദ അടിക മകൻ പരമേശ്വര അടികയ്ക്ക് ക്ഷേത്രപൂജാവകാശവും ദാനമായി നൽകുന്നു എന്ന് രാജശാസനം. മംഗലാപുരത്ത് നിന്നും ഉടുപ്പി വഴി കൊല്ലൂരേക്ക് ഏതാണ്ട് 123 കിലോമീറ്ററാണ് ദൂരം. ദേശീയപാത 66 കൂടി കടന്നു പോകുന്ന ഈ യാത്രയ്ക്ക് 3 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കും. മംഗലാപുരത്ത് നിന്നും സൂരത്കൽ, മുൽക്കി, ഉടുപ്പി, കുന്താപുര, ഹേമാടി വഴിയാണിത് കൊല്ലൂരെത്തുന്നത്. 4 വരി പാതയായതിനാൽ യാത്രയും സുഖമാണ്. ഉടുപ്പി ക്ഷേത്രവും സന്ദർശിച്ച് കടലോര കാഴ്ചകളും കണ്ടുപോകാം. കുന്താപുര കഴിഞ്ഞ് ഏകദേശം 7 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഹേമാടി എന്ന സ്ഥലത്തെത്തും. ഇവിടെ നിന്നാണ് ദേശീയപാതയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് കൊല്ലൂർ റോഡിലേക്ക് പ്രവേശിക്കുന്നത്. ഹേമാടിയിൽ നിന്ന് തിരിഞ്ഞാൽ ഏകദേശം 30 കിലോമീറ്റർ ദൂരം പശ്ചിമഘട്ടത്തിന് താഴ്വരകളിലൂടെയുള്ള യാത്രയാണ്. ഇരുവശവും മരങ്ങൾ നിറഞ്ഞ വന്യഭംഗിയുള്ള ഈ വഴി നേരെ കൊല്ലൂരേക്കാണ് എത്തുക. കൊല്ലൂരെത്തുന്നതിന് 3 കിലോമീറ്റർ മുൻപായി ക്ഷേത്രത്തിൻ്റെ സ്വാഗത ഗോപുരം കാണാം. ദേവിയുടെ അമ്പാവനം തുടങ്ങുന്നത് ഇവിടെയാണ്. ഇവിടെ ഇടതുവശത്തായി ഒരു കാവുമുണ്ട്. ഇതാണ് മാസ്തിക്കട്ട. പുരാതന കാലം മുതൽക്കേ ഭക്തർ കൊല്ലൂർ സന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോഴും തിരികെ വരുമ്പോഴും ഇവിടുത്തെ ദേവിയെ തൊഴുത് അനുഗ്രഹം വാങ്ങിയാണ് പോവുക. പൗരാണികമായ ക്ഷേത്രാവശിഷ്ടങ്ങളും കല്ലിൽ തീർത്ത ചില വിഗ്രഹങ്ങളുമൊക്കെ ഇവിടെ കാണാം. വനദുർഗയായാണ് സങ്കല്പം. കുട്ടികളില്ലാത്ത ആളുകൾ ഇവിടെ പ്രാർത്ഥിച്ച് തൊട്ടിലും കയറും സമർപ്പിച്ചാൽ കാര്യസാധ്യമുണ്ടാകുമെന്നൊരു വിശ്വാസവുമുണ്ട്. കൊല്ലൂരിലേക്ക് വരുന്ന ഓരോ യാത്രികൻ്റെയും രക്ഷകയാണ് ഈ അമ്മ. വന്യമായ കാടിൻ്റെ ഭയമകറ്റി മൂകാംബികയുടെ സന്നിധിയിലേക്ക് ഭക്തരെ സുരക്ഷിതമായി എത്തിക്കുന്ന കാവൽക്കാരി. ഇവിടെ വണ്ടി നിർത്തി ദേവിയെ തൊഴുത് ആ മരത്തണലിൽ കാടിൻ്റെ ശാന്തത അല്പനേരം ആസ്വദിച്ചു വേണം തുടർയാത്ര ചെയ്യുവാൻ. ഇവിടെ വച്ചൊരു സംഭവമുണ്ടായി. പറയുന്ന ദൃശ്യങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ ഓരോ ഭാഗവും ചിത്രീകരിച്ചല്ലേ മതിയാവും. തുറന്ന കാവായതിനാൽ അവിടുത്തെ കാഴ്ചകൾ അടുത്തു നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത്. വേണ്ട മോനെ, ദേവിക്കത് ഇഷ്ടപ്പെട്ടില്ല, എടുത്തത് കളഞ്ഞോളൂ, ഇല്ലെങ്കിൽ ദേവി പുറകെ കൂടും, വീട്ടിലെത്തിയാലും സമാധാനമുണ്ടാവില്ല,
തിരിച്ചിവിടെ വന്ന് ദേവിയെ തൊഴുത് പരിഹാരം ചെയ്യുന്നതുവരെ. തിരിഞ്ഞു നോക്കിയ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ദേഹം മുഴുവനും ഭസ്മം പൂശി രുദ്രാക്ഷമാലകളുമൊക്കെ അണിഞ്ഞ് ജടാധാരിയായ ഒരു സന്യാസിനി. അവരുടെ തീക്ഷ്ണമായ കണ്ണുകളിലേക്ക് നോക്കാൻ തന്നെ ഭയമായിരുന്നു. അവർ ഈ സങ്കേതത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. ഇത് വനദുർഗയാണ്, മംഗളൂരത്തിലുണ്ട്. ഇത് വലിയ ശക്തിயான ദൈവമാണ്. കുഴந்தைകളില്ലെങ്കിൽ, കുട്ടികളില്ലേ, കല്യാണം ആയിട്ടില്ലേ, കല്യാണം വേണമെങ്കിൽ ഇവിടെ വന്ന് ചോദിച്ചിട്ട് അമ്മത്തോട് കുറച്ച് പ്രസാദം കൊണ്ടുപോയി 48 നാളിക്ക്, ആണുങ്ങൾക്ക് 9 നാൾ, പെണ്ണുങ്ങൾക്ക് 48 നാൾ, ഇങ്ങനെ പാലിൽ ഇട്ടിട്ട് കുറച്ച് കൂടെ ഇട്ടിട്ട് കൊച്ചു ഉടുക്ക് 48 നാൾ പെണ്ണുകൾ കളിക്കണം, ആണുങ്ങൾ 9 നാൾ കളിക്കണം. அது பிட்டு குழந்தையான பிறகு அவர் ஒரு சின்ன தொட்டில், மரத்தொட்டிலோ இல்லை ஸ்டீல் தொட்டிலோ இல்லை வெள்ளி தொட்டில் கொண்டு வந்து இவ்வளோ கட்டிட்டு அம்மைக்கு பச்சை புடவையும் சிகப்பு ஜாக்கெட்டும் பச்சை வழியில் கொண்டாந்து கட்டிட்டு இது பண்ணிட்டு ஓம் நமச்சு. അമ്മ പറഞ്ഞില്ലേ ഇവിടെ അകത്തെ വീഡിയോ എടുക്കാൻ പാടില്ല? പാടില്ല. അമ്മ வந்து വലിയ ശക്തിയാണ്. നിങ്ങൾ വീഡിയോ എടുത്തിട്ട് പോയി നിന്റെ വീട്ടിൽ வந்து ഉറങ്ങാൻ കൂടാതെ, പിന്നെ നിങ്ങൾ അവർക്ക് പരിഹാരം ചെയ്യണം. പരിഹാരം ചെയ്യുന്നെങ്കിൽ പിന്നെ അവൾ കൂടെ ശാന്തമായിട്ടുണ്ട്, നിന്റെ കുടുംബത്തിന് നല്ല ക്ഷേമമായി കിട്ടും. പക്ഷേ ഇവിടുത്തെ പൂജാരണിയൊന്നുമല്ല. ചെന്നൈയിലാണത്രേ താമസം. ഇടയ്ക്കിടയ്ക്ക് മൂകാംബികയിൽ വരും. പക്ഷേ അത്രയും പെട്ടെന്ന് അവർ എങ്ങനെ അവിടെ എത്തി എന്നത് മനസ്സിലായില്ല. കാരണം വഴിയിൽ നിന്ന് പോരുമ്പോൾ അധികമാരും അവിടെ ഉണ്ടായിരുന്നുമില്ല. എന്തായാലും പരീക്ഷണം വയ്യ. ഞാൻ ആ ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. പിന്നെ പുറത്തുനിന്നുള്ള കുറച്ച് ദൃശ്യങ്ങൾ മാത്രം പകർത്തിയെടുത്തു. അവരോട് അല്പനേരം സംസാരിച്ചതിന് ശേഷം യാത്ര തുടർന്നു. പക്ഷേ ആ സംഭവം അത്ര നിസ്സാരമായി എനിക്ക് തോന്നിയതുമില്ല. മാസ്തിക്കട്ടയിൽ നിന്നും കഷ്ടിച്ച് ഒരു 3 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ കൊല്ലൂരേക്കെത്താം. കൊല്ലൂരെത്തിയാൽ താമസത്തെക്കുറിച്ച് ഓർത്തും വിഷമിക്കേണ്ടതില്ല. ക്ഷേത്രത്തിനടുത്ത് തന്നെയായി ദേവസ്വം വക ഗസ്റ്റ് ഹൗസുകളും ലഭ്യമാണ്. ജഗദംബിക, സൗപർണിക, കൗസ്തുഭ, ശങ്കരനിവാസ് എന്നിവയാണ് പ്രധാനപ്പെട്ടവ. നേരിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയും ആവാം. നവരാത്രി, അവധിക്കാലം മുതലായ സീസൺ സമയങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാവും നല്ലത്. ചിലവ് കുറഞ്ഞുള്ള താമസ സൗകര്യം വേണ്ടവർക്ക് ഇവ തന്നെയാണ് അനുയോജ്യമായത്. കൂടാതെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തെരുവുകളിലും ധാരാളം സ്വകാര്യ ലോഡ്ജുകളും ഹോട്ടലുകളും ഒക്കെയുണ്ട്. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ അതും വിഷമിക്കേണ്ട. ക്ഷേത്രത്തിൽ ഉച്ചയ്ക്കും രാത്രിയും അന്നദാനമുണ്ടാവും. കൂടാതെ പുറത്ത് ധാരാളം കേരള ഹോട്ടലുകളുമുണ്ട്. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട കൊല്ലൂർ ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ തിരക്ക് ഓരോ കാലവും വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ക്ഷേത്രത്തിന് ചുറ്റുമായി ഒരു ചെറുനഗരവും വികസിച്ചു വരുന്നുണ്ട്. ചിട്ടയായി ക്ഷേത്ര ദർശനം നടത്തേണ്ടവർ ആദ്യം ചെയ്യേണ്ടത് തീർത്ഥസ്നാനമാണ്. കുടജാദ്രി മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന പുണ്യനദിയാണ് സൗപർണിക. ഇവിടെ സ്നാനം ചെയ്ത് നദിയുടെ കരയിലുള്ള ഗണപതി ക്ഷേത്രത്തിലും തൊഴുതാണ് ആളുകൾ ക്ഷേത്രത്തിലേക്ക് പോവുക. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ വലത്തേക്കുള്ള പാതയിലൂടെയാണ് സൗപർണികയിലേക്ക് പോവേണ്ടത്. തിരിയുന്ന ആ ഭാഗത്തായി ഒരു മാരിയമ്മൻ ക്ഷേത്രവും കാണാം. ഈ നദിക്ക് സൗപർണിക എന്ന പേര് വന്നതിന് പുറകിലും ഒരു വലിയ കഥയുണ്ട്. ഗരുഡൻ തൻ്റെ മാതാവായ വിനിതയുടെ ദാസ്യവൃത്തി ഒഴിവാക്കാനായി അമൃത് തേടി പോകുന്ന വഴിയിൽ ഈ നദീതീരത്ത് തപസ് ചെയ്തിരുന്നുവെന്നും തപസ്സിൽ സന്തുഷ്ടയായ ദേവി ഗരുഡനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നുമാണ് ഐതിഹ്യം. ഈ നദിയിൽ സ്നാനം ചെയ്ത് നദിക്കരയിൽ ഗരുഡൻ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തതിനാലാണ് ഈ നദിക്ക് സൗപർണിക എന്ന പേര് ലഭിച്ചത്. ഗരുഡൻ തപസ് ചെയ്ത ഗുഹ എന്ന സങ്കല്പത്തിൽ ഒരു ഗരുഡ ഗുഹയും ഇവിടെ കാണാം. കുടജാദ്രി മലനിരകളിൽ നിന്നും 64ഓളം ഔഷധച്ചെടികളെ സ്പർശിച്ച് ഉത്ഭവിച്ചൊഴുകി വരുന്ന സൗപർണികയിലെ സ്നാനം സർവ്വരോഗ നിവാരണമായും സർവ്വപാപകരമായും കരുതി വരുന്നു. രാമരാവണ യുദ്ധകാലത്ത് ഇന്ദ്രജിത്തിനാൽ മോഹാത്സ്യപ്പെട്ട് വീണുപോയ ലക്ഷ്മണനെയും വാനര സൈന്യത്തെയും രക്ഷിക്കാനായി ഹനുമാൻ ഹിമാലയത്തിൽ നിന്നും മൃതസഞ്ജീവനി അടങ്ങിയ മലയുമായി ഇതുവഴി ആകാശമാർഗേണ വരുമ്പോൾ അതിൽ നിന്നും അടർന്നു വീണ ഒരു ഭാഗമാണത്രേ ഈ കുടജാദ്രി മല. മൃതസഞ്ജീവനി പോലുള്ള 64ഓളം ദിവ്യ ഔഷധങ്ങളും 64ഓളം തീർത്ഥങ്ങളും കുടജാദ്രിയിലുണ്ടെന്നാണ് വിശ്വാസം. ഈ ഔഷധഗുണം കലർന്ന് ഒഴുകി വരുന്നതാണ് സൗപർണിക എന്നതാണ് അതിൻ്റെ മഹത്വം. തെളിർമയേറിയ ഈ നദിയിൽ ഒന്ന് മുങ്ങി നിവരുമ്പോഴുണ്ടാകുന്ന അവോന്മേഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. തീർത്ഥസ്നാനം കഴിഞ്ഞാൽ
നദിക്കരയിലുള്ള ഗണപതി ക്ഷേത്രത്തിലും തൊഴുതതിനു ശേഷം നേരെ ക്ഷേത്രത്തിലേക്ക് പോവാം. ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറുമായി ഓരോ ഇരുനില ഗോപുരങ്ങളുമുണ്ട്. ഏതാണ്ട് 12 അടിയോളം ഉയരമുള്ള ആനപ്പള്ള മതിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു. പടിഞ്ഞാറ് ഗോപുരവാതിലുണ്ടെങ്കിലും നമ്മൾ പ്രവേശിക്കുന്നത് കിഴക്ക് വശത്തുകൂടിയാണ്. പടിഞ്ഞാറേ നടയിൽ നിന്നും തെക്ക് ഭാഗത്തുകൂടി ക്യൂ നിൽക്കാനുള്ള പന്തലും കാണാം. തെക്കേ നടയിൽ ക്ഷേത്രം തന്ത്രിമാരുടെ മഠങ്ങളാണ്. നരസിംഹടികയുടെ മഠമാണ് ഈ കാണുന്നത്. ഈ മഠത്തിനോട് ചേർന്ന് വടക്കോട്ട് ദർശനമായി വലംബരി ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രവുമുണ്ട്. വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ഗണപതിയാണ് വലംബരി ഗണപതി എന്നറിയപ്പെടുന്നത്. കന്നഡ ഭാഷയിൽ ബലമുറി ഗണപതി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കൂടി തൊഴുതിട്ടാണ് ഭക്തജനങ്ങൾ അകത്തേക്ക് പോവുക. വിട്ടുമാറാത്ത തടസ്സങ്ങൾ മാറാൻ ഈ ഗണപതി ഭഗവാനെ ദർശിച്ചാൽ മതി എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ഇവിടെ നാളികേരം ഉടയ്ക്കുന്നതും വിശേഷമാണ്. ക്ഷേത്രത്തിന് തൊട്ട് മുൻപിൽ കൂടി അഗ്നിതീർത്ഥം എന്ന പേരിൽ ഒരു ചെറിയ അരുവിയും കടന്നു പോകുന്നുണ്ട്. ഈ അരുവി ചെന്നു ചേരുന്നത് സൗവർണികയിലേക്കാണ്. കിഴക്കേ നടയിൽ സാധാരണ കേരളത്തിലെ ക്ഷേത്രങ്ങളുടേതുപോലുള്ള ഒരു ഇരുനില ഗോപുരം തന്നെയാണുള്ളത്. കിഴക്കേ നടയിലൂടെ അകത്ത് കടന്നാൽ ആദ്യം നാം കാണുന്നത് സ്വർണ്ണ കൊടിമരവും അതിൻ്റെ തൊട്ടു മുന്നിലുള്ള ഏതാണ്ട് അത്രയും തന്നെ വലിപ്പമുള്ള ഒരു ദീപസ്തംഭവുമാണ്. കർണാടക ശൈലിയിലുള്ള കൊടിമരമാണ്. ഇതിൻ്റെ മുകളിലെ ഭാഗം സ്തൂപികാകൃതിയിലും താഴെയുള്ള ഭാഗം ചതുരാകൃതിയിലുമാണ്. ഏറ്റവും മുകളിൽ ദേവിയുടെ വാഹനമായ സിംഹരൂപവും കാണാം. താഴേക്ക് വരുമ്പോൾ വിവിധ ദേവീദേവന്മാരുടെ രൂപങ്ങളുമുണ്ട്. തൊട്ടടുത്തുള്ള ദീപസ്തംഭത്തിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. സ്തംഭ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠയുടെ പേര്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളെല്ലാം ഈ ഗണപതിയെ വണങ്ങിയാണ് തുടങ്ങുക. ഈ സ്തംഭഗണപതിക്ക് വലിയൊരു പ്രത്യേകതയുമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഷടാധാരങ്ങളും ഇതിൽ കാണാം. ദീപസ്തംഭം ഉറപ്പിച്ചിരിക്കുന്നത് കൂർമ്മപീഠത്തിലാണ്. അതിനു മുകളിലായി അഷ്ടഗജങ്ങളും നാഗങ്ങളുമുണ്ട്. ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഭാരമേറ്റുന്ന താങ്ങുകളായാണ് ഇവയെ സങ്കല്പിക്കുന്നത്. സ്തംഭത്തിന് താഴെയായി ഒരു ആനയുടെ മുകളിൽ ഗണപതി ഭഗവാൻ ഇരിക്കുന്നു. മൂലാധാരത്തിൻ്റെ അധിപനായാണ് ഗണപതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മോക്ഷമാർഗത്തിലേക്കുള്ള വിഘ്നങ്ങൾ നീങ്ങുന്നതിനാണ് ഈ ഗണപതിയെ ഇവിടെ വണങ്ങുന്നത്. സ്തംഭത്തിൻ്റെ ഏറ്റവും മുകളിൽ സഹസ്രാരപത്മത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരയും കാണാം. ദീപസ്തംഭത്തിൻ്റെ ഏറ്റവും മുകളിൽ തെളിയുന്ന ദീപം നമ്മുടെ ശിരോമധ്യത്തിലെ ആത്മീയ ഔന്നത്യമായ സഹസ്രാരപത്മത്തെയും സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മൂകാംബിക ക്ഷേത്രമുറ്റത്തെ ഈ ദീപസ്തംഭത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നാം കാണുന്നത് വെറുമൊരു വിളക്കല്ല, മറിച്ച് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ആത്മീയ രൂപമാണ്. കുണ്ടലിനി ശക്തിയെ ഉണർത്തി മൂലാധാരത്തിലെ ഗണപതിയെ വണങ്ങി സഹസ്രാരപത്മത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സൂചനയാണിത്. ഈ ദീപസ്തംഭം കാണുന്ന മാത്രയിൽ നമ്മുടെ ഉള്ളിലെ ആത്മീയ പ്രകാശം തിരിച്ചറിയണമെന്നാണ് ഇതുപോലുള്ള പ്രതീകങ്ങളിലൂടെ ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. ഈ ദീപസ്തംഭത്തിൽ നാദദീപം തെളിയിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടുമാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ ഗണപതിക്ക് പൊതുവെ പ്രാധാന്യവും കൂടുതലുണ്ട്. ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും ഗണപതി പ്രതിഷ്ഠകളും കാണാം. നാലമ്പലത്തിനകത്ത് ദശഭുജ ഗണപതി, പുറത്ത് സ്തംഭ ഗണപതി, പഞ്ചമുഖ ഗണപതി, മതിൽക്കെട്ടിന് പുറത്തുള്ള വലംബരി ഗണപതി, ഇതും കൂടാതെ സൗവർണിക തീരത്തെ ഗണപതി ക്ഷേത്രവും. ഇതെല്ലാം ഗണപതിക്ക് ഇവിടെ നൽകുന്ന പ്രാധാന്യത്തിൻ്റെ തെളിവുകളാണ്. സ്തംഭ ഗണപതിയെ തൊഴുതാൽ നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിച്ച് ദേവിയെ ദർശിക്കുക. ശംഖുചക്രാഭയ വരദമുദ്രകളോടെ ശ്രീചക്രത്തിന് മുകളിൽ സിംഹാസനസ്ഥയായ മഹാരാജ്ഞി ഭാവത്തിലിരിക്കുന്ന ദേവിയുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ വെറുമൊരു വിഗ്രഹത്തെയല്ല നാം കാണേണ്ടത്. അറിവ് നൽകുന്ന സരസ്വതിയായും ഐശ്വര്യം നൽകുന്ന ലക്ഷ്മിയായും തടസ്സങ്ങൾ നീക്കുന്ന കാളിയായും ഒരേ സമയം അമ്മയെ സങ്കല്പിക്കുക. ദേവീ വിഗ്രഹത്തിന് മുൻപിലുള്ള സ്വർണരേഖയാൽ പകുത്ത ആ മിഥുനലിംഗത്തിൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വചൈതന്യവും ലയിച്ചിരിക്കുന്നുവെന്ന തിരിച്ചറിവും നമുക്കുണ്ടാവണം. മൂകാംബിക സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ 2 കാര്യങ്ങൾക്കാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ഐഹികമായ ആവശ്യങ്ങൾ, അതായത് കുടുംബത്തിൻ്റെയും ദേശത്തിൻ്റെയും പുരോഗതിയും ആരോഗ്യവും ഐശ്വര്യവും. 2, നമ്മുടെ പരമാർത്ഥികമായ ലക്ഷ്യങ്ങൾ, അതായത് നമ്മുടെ ഉള്ളിലെ ഇരുട്ടകറ്റി ജ്ഞാനത്തിൻ്റെ വെളിച്ചം നൽകി നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കാനുള്ള പ്രാർത്ഥന. ഇങ്ങനെ ഐഹികമായും പരമാർത്ഥികമായും നമുക്ക് അനുഗ്രഹം നൽകുവാൻ കഴിവുള്ള അപൂർവം സിദ്ധിക്ഷേത്രങ്ങളിലൊന്നാണ് മൂകാംബിക. അകത്തെ കാഴ്ചകൾ കാണിക്കുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ക്ഷേത്രഘടന ഒന്ന് പൊതുവെ പറഞ്ഞു പോവാം. കന്നഡ ശൈലിയിൽ കരിങ്കല്ലിൽ തീർത്ത ചതുര ശ്രീകോവിലാണ് ദേവി കുടികൊള്ളുന്നത്. ചുവർച്ചിത്രങ്ങളോ ദാരുശില്പങ്ങളോ ഒന്നും തന്നെ ഇതിൽ കാണാനില്ല. പക്ഷേ ഈ ശ്രീകോവിലിന് എന്തോ ഒരു ആകർഷണമുണ്ട്. ശ്രീകോവിലിൻ്റെ സ്വർണ്ണ താഴികക്കുടമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഖമുദ്ര. സാധാരണ ഒരു ശ്രീകോവിൽ പോലെ ഗർഭഗൃഹം മാത്രമേ ഉള്ളൂ.
ഗർഭഗൃഹത്തിന് ചുറ്റിനുമായി തുരവോ മുൻപിൽ മുഖമണ്ഡപമോ ഒന്നുമില്ല. ശ്രീചക്രത്തിന് മുകളിൽ 4 അടി ഉയരം വരുന്ന ശംഖുചക്ര അഭയവരത മുദ്രകളോടുകൂടി സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവതിയുടെ വിഗ്രഹവും മുൻപിലായി ക്ഷേത്രത്തിലെ മൂലപ്രതിഷ്ഠയായ സുവർണരേഖയോടുകൂടി 2ആയി പകുത്ത സ്വയംഭൂലിംഗവും. ഈ സ്വയംഭൂലിംഗത്തിന് ഏകദേശം 1 അടി ഉയരം വരും. നിർമ്മാല്യ സമയത്ത് മാത്രമേ ഈ രീതിയിൽ നമുക്ക് ദർശിക്കാനാവൂ. അതുപോലെ പുറകിലെ ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹത്തിൽ അഭിഷേകമോ പൂജകളോ ഒന്നും തന്നെയില്ല. എല്ലാം സ്വയംഭൂലിംഗത്തിലാണ് നടത്തുന്നത്. വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ജഗദംബികയായ ശ്രീ മൂകാംബികാദേവി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ശിവശക്തി ഐക്യരൂപമായി കൊല്ലൂരിൽ കുടികൊള്ളുന്നു. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി കന്നഡ ശൈലിയിലുള്ള നാലമ്പലവുമുണ്ട്. നാലമ്പലത്തിനകത്ത് തെക്ക് കിഴക്ക് ഭാഗത്തായി വടക്കോട്ട് ദർശനമായ ഒരു ദശഭുജ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. അത്യുഗ്ര മൂർത്തിയാണത്രേ ഈ ദശഭുജ ഗണപതി. ഈ ഗണപതിയെയും വന്ദിച്ച് പ്രദക്ഷിണം വെച്ച് ചെല്ലുമ്പോൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി ആദി ശങ്കരാചാര്യസ്വാമികൾ തപസ് ചെയ്ത സ്ഥലമായി കണക്കാക്കുന്ന ശങ്കരപീഠം കാണാം. ഇവിടെ ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹവുമുണ്ട്. ആചാര്യസ്വാമികൾക്ക് ദേവിയുടെ ദർശനം ലഭിച്ചതും അതുപോലെ അദ്ദേഹം സൗന്ദര്യലഹരി എന്ന പ്രസിദ്ധമായ സ്തോത്രം രചിച്ചതും ഇവിടെ വെച്ചാണത്രേ. കേരളീയമായ തന്ത്രപദ്ധതികളുമായി ഒരുപാട് ബന്ധമുണ്ട് ഇവിടുത്തെ ക്ഷേത്രഘടനയിലും പൂജാവിധാനങ്ങളിലും. നാലമ്പലത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഒരു കിണറുണ്ട്. ഈ കിണറ്റിലാണ് പണ്ട് ഇവിടുത്തെ വിശേഷമായ ത്രിമധുരം നിക്ഷേപിച്ചിരുന്നത് എന്ന് പറയുന്നു. പിന്നീടത് നിരോധിച്ചു അത്രേ. ഇതിനെ ബന്ധിച്ച് ഐതിഹ്യമാലയിൽ ഒരു കഥയുമുണ്ട്. സത്യമാണോ എന്നറിയില്ല. ഇവിടുത്തെ അടികമാരും ഈ ഒരു കഥ അംഗീകരിച്ചിട്ടുമില്ല. ഈ ത്രിമധുരത്തിന് ഒരു മാഹാത്മ്യമുണ്ട്. മൂകാംബികയിൽ പതിവായി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കാറാവുമ്പോൾ ശർക്കര, കദളിപ്പഴം, തേൻ തുടങ്ങിയ മധുരദ്രവ്യങ്ങൾ ഒരു പാത്രത്തിലാക്കി ബിംബത്തിൻ്റെ മുൻഭാഗത്ത് വെച്ച് ഒരു പൂജയ്ക്കുള്ള ഒരുക്കുകൂടി തയ്യാറാക്കിയാണത്രേ മേൽശാന്തിമാർ രാത്രിയിൽ നടയടയ്ക്കുന്നത്. രാത്രിയിൽ ദേവന്മാർ ദേവിയെ പൂജിക്കാനെത്തും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ത്രിമധുരം നിവേദിക്കുന്നതും ദേവന്മാർ തന്നെ ആയതിനാൽ അതിന് അസാധാരണമായ ഒരു ദിവ്യത്വം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായും ഈ ത്രിമധുരം സേവിക്കുന്നവർക്ക് ദേവിയുടെ വാക്വിലാസം ഉണ്ടാകുമെന്നതും സത്യമാണ്. പക്ഷേ അതാർക്കും കൊടുക്കാതെ പൂജാരിമാർ ഈ കിണറ്റിലിടുകയായിരുന്നു എത്രേ പതിവ്. ദിവസം തോറും നട തുറക്കുമ്പോൾ ചില പ്രത്യേക ലക്ഷണങ്ങൾ ശ്രീകോവിലിൽ കാണപ്പെടുന്നതിനാൽ തലേദിവസം അത്താഴപൂജ കഴിച്ചയാൾ പിറ്റേ ദിവസം രാവിലെ ശാന്തി കഴിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. മാത്രമല്ല അകത്ത് കണ്ടത് പുറത്ത് പറയില്ല എന്ന് സത്യം ചെയ്തിട്ടാണത്രേ ശാന്തിക്കാരെ അവരോധിക്കുന്നത്. വൈക്കത്തെ മുട്ടസ് നമ്പൂതിരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഈ തറവാട്ടിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് വളരെ പ്രസിദ്ധനായ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. അസാധാരണമായ വാക്സാമർഥ്യമുള്ള ആളുമായിരുന്നു അത്രേ ഇദ്ദേഹം. അങ്ങനെ സംഭവിക്കാനുണ്ടായ ഒരു കഥയാണിത്. ഇദ്ദേഹം സമാവർത്തനമൊക്കെ കഴിഞ്ഞ് ഉണ്ണി നമ്പൂതിരിയായിരിക്കുന്ന കാലത്ത് മൂകാംബികയിൽ പോയി ഒരു മണ്ഡലഭജനം നടത്തുകയുണ്ടായി. ആ കാലത്ത് അവിടുത്തെ ദിവ്യമായ ത്രിമധുരം സേവിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണത്രേ ഇങ്ങനെയൊരു മാഹാത്മ്യം അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ ത്രിമധുരം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ ഒന്നുമാണ്. മുട്ടസ് നമ്പൂതിരി ഇവിടെ എത്തി കുറച്ച് ദിവസത്തെ ഭജനമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ പതിവുകളെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഈ ത്രിമധുരം സേവിക്കണമെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം അതിരാവിലെ തന്നെ കുളി കഴിഞ്ഞെത്തി മണ്ഡപത്തിലിരുന്ന് ജപം തുടങ്ങി. ശാന്തിക്കാരൻ നട തുറന്ന് വെള്ളം കോരാൻ പോയ തക്കത്തിന് ഇദ്ദേഹം ശ്രീകോവിലിൽ കയറി കുറേ ത്രിമധുരമെടുത്ത് വായ്ക്കുള്ളിലാക്കി. ഇത് കണ്ടുകൊണ്ടുവന്ന പൂജാരിയും നമ്പൂതിരിയും തമ്മിൽ പിടിവലിയും തുടങ്ങി. എങ്കിലും കിട്ടിയിടത്തോളം ത്രിമധുരം അദ്ദേഹം വയറ്റിലാക്കി. ബഹളം കേട്ട് ആളുകൾ കൂടി നമ്പൂതിരിയെ പ്രഹരിക്കുവാനും തുടങ്ങി. മലയാളിയായ ഒരാൾ പോലുമില്ല. അദ്ദേഹം വിഷമിച്ച് നിൽക്കുമ്പോൾ ദേവിയുടെ അനുഗ്രഹത്താൽ ഒരു ബുദ്ധി തോന്നി. അദ്ദേഹം തല്ല് കിട്ടുന്നതിനിടയിൽ താഴെ വീണ് ശ്വാസമെല്ലാം അടക്കി പിടിച്ച് കണ്ണു തുറച്ച് മരിച്ചതുപോലെ കിടന്നു. പരിഭ്രാന്തരായ ജനങ്ങൾ അദ്ദേഹത്തെ എടുത്ത് കാട്ടിൽ കൊണ്ടുപോയിട്ടു. ആളുകളെല്ലാം പോയപ്പോൾ അദ്ദേഹം ഒരുവിധം എഴുന്നേറ്റ് നാട്ടിലേക്ക് പോരുകയും ചെയ്തു. നാട്ടിൽ തിരികെ എത്തി കുറേ നാളത്തെ ചികിത്സയെല്ലാം കഴിഞ്ഞ് ഉഷാറായ അദ്ദേഹം അതിനുശേഷം വലിയ വിദ്വാനായി മാറി എന്നാണ് കഥ. ഇതിനെ രസകരമായൊരു കഥയായി മാത്രം കണ്ടാൽ മതി. ഇതിലെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയുകയുമില്ല. പക്ഷേ പണ്ട് കാലം മുതൽക്ക് തന്നെ കാരണവന്മാർ പറഞ്ഞ് ഈ കഥ കേട്ടിട്ടുമുണ്ട്. അതുപോലെ ഒരുപാട് അണിഞ്ഞൊരുങ്ങി ആരും ഇവിടെ വരാൻ പാടില്ലത്രേ. ദേവിയുടെ സൗന്ദര്യമാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്.
ശങ്കരാചാര്യസ്വാമികൾ രചിച്ച സൗന്ദര്യലഹരി ഏത് ഭാവത്തിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ അമ്മ നമ്മളെ അനുഗ്രഹിക്കും. നാലമ്പലത്തിന് പുറത്തിറങ്ങി പ്രദക്ഷിണമായി വന്നാൽ തെക്ക് കിഴക്ക് ഭാഗത്തായി സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിൽ കാണാം. നാഗസുബ്രഹ്മണ്യൻ എന്നൊരു സങ്കല്പം കൂടി ഇവിടെയുണ്ട്. സുബ്രഹ്മണ്യസ്വാമിയോടൊപ്പം സ്വർണത്തിലും വെള്ളിയിലും തീർത്ത 3 നാഗരൂപങ്ങൾ കൂടി ഇവിടെയുണ്ട്. നാഗദോഷ നിവാരണത്തിന് ഇവിടെ വഴിപാടുകൾ കഴിക്കാറുമുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ സരസ്വതി മണ്ഡപം. ഈ മണ്ഡപത്തിൽ സരസ്വതി ദേവിയുടെ വെള്ളിയിൽ തീർത്ത 2 അടിയോളം വലിപ്പമുള്ള ഒരു പ്രതിഷ്ഠയുണ്ട്. ഇതിന് പിന്നിലുള്ള അറയിൽ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ദുർഗാ ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട്. പക്ഷേ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഈ അറ തുറക്കുക പതിവുള്ളൂ. അതിനാൽ എപ്പോഴും ദർശനം സാധ്യവുമല്ല. സരസ്വതി ദേവിയുടെ അടുത്ത് തന്നെ ഒരു ഗണപതി പ്രതിഷ്ഠയും കാണാം. വിദ്യാഗണപതി എന്നൊരു സങ്കല്പമാണിവിടെ. അത്താഴശീവേലിയുടെ സമയത്ത് ദേവിയെ ഈ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്താറുമുണ്ട്. ഈ സമയം ദേവിയെ തൊഴുന്നത് വിദ്യാഭിവൃദ്ധിക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ദിവസവും 100 കണക്കിന് കുരുന്നുകളാണ് ഈ മണ്ഡപത്തിലിരുന്ന് വിദ്യാരംഭം കുറിക്കുന്നത്. അതിന് ക്ഷേത്രം ഓഫീസിൽ നിന്നും പ്രത്യേകം രസീതെടുത്ത് അച്ഛനും അമ്മയും കുട്ടിയുമൊത്ത് ഈ മണ്ഡപത്തിൽ വന്നിരിക്കണം. കുട്ടികളുടെ എണ്ണം തികഞ്ഞു കഴിഞ്ഞാൽ പൂജാരി വിദ്യാരംഭത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. നമ്മൾ തന്നെയാണ് എഴുതിക്കേണ്ടതും. അതുപോലെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് വിദ്യാരംഭം നടക്കുന്നത്. പ്രത്യേക മുഹൂർത്തം നോക്കാതെ 365 ദിവസവും ഇവിടെ വിദ്യാരംഭം കുറിക്കാം എന്നതാണ് മൂകാംബികയുടെ പ്രത്യേകത. ശ്രീ ഗുരുഭ്യോ നമഃ. സർവവിദ്യാ പ്രദായിന്യേ മൂകാംബായേ നമോ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ. ഒരു കുട്ടിക്ക് ആദ്യാക്ഷരം കുറിക്കുന്നത് ജ്ഞാനത്തിൻ്റെ സന്നിധിയായ സരസ്വതി ദേവിയുടെ പൂർണ്ണ സാന്നിധ്യം കൂടിയുള്ള ഇവിടെ വെച്ചാവുന്നത് വളരെ പ്രാധാന്യവുമാണ്. അതായത് കാളി, ലക്ഷ്മി, സരസ്വതിയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ചേർന്ന് ഒരു ദമ്പതിയുക്തമായിട്ടാണ് ഇവിടുത്തെ ദേവിയുടെ ഉത്ഭവം. അതുകൊണ്ടാണ് അകത്തെ സ്വയംഭൂലിംഗത്തെ മിഥുനലിംഗം എന്ന് പറയുന്നതും. ഇങ്ങനെ ദമ്പതിയുക്തമായി ഉത്ഭവിച്ച മറ്റൊരു ശിവലിംഗമോ പ്രതിഷ്ഠയോ മറ്റെവിടെയുമില്ല. അതാണ് ജ്ഞാനത്തിന് ഇവിടെ ഇത്രയും പ്രാധാന്യമുണ്ടായത്. അത് കലയോ വിദ്യാഭ്യാസമോ എന്തുമാവട്ടെ, അത് അഭിവൃദ്ധി പ്രാപിക്കാൻ നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഇടം മൂകാംബിക തന്നെയാണ്. മൂഢരും മൂകരും കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വിവേകവും സാമർഥ്യവും നൽകി അനുഗ്രഹിക്കുന്നവളാകയാൽ ദേവി മൂകാംബിക എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നുവെന്ന് സ്കന്ദപുരാണത്തിലെ ശ്രീ മഹാലക്ഷ്മി അഷ്ടകത്തിൽ പറയുന്നു. മൂഢരും മൂകരും എന്നത് വെറും അക്ഷരാർത്ഥത്തിൽ മാത്രം എടുക്കേണ്ടതല്ല. നല്ല ബുദ്ധിശക്തിയും വാക്സാമർഥ്യവും പാണ്ഡിത്യവും ഉള്ളവരെന്ന് പൊതുവെ അറിയപ്പെടുന്നവർ പോലും മൂഢന്മാരെ പോലെ ചില സമയം പ്രവർത്തിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. തന്നെ ആശ്രയിക്കുന്നവരെ ഇത്തരം അബദ്ധങ്ങളിൽ നിന്നും അഹങ്കാരങ്ങളിൽ നിന്നും വിമുക്തരാക്കി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും അതിലൂടെ ജന്മസാഫല്യത്തിലേക്കും ദേവി നയിക്കുന്നു. അത് അക്ഷരം പ്രതി ശരിയുമാണ്. എത്രയോ ആളുകളാണ് അത് നേരിട്ട് അനുഭവിച്ചിരിക്കുന്നത്. ആദി ശങ്കരാചാര്യ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, രാജാ രവിവർമ്മ, ജി ശങ്കരക്കുറുപ്പ്, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, അങ്ങനെ എത്രയോ മഹാത്മാക്കളാണ് നമുക്ക് ഉദാഹരണമായി മുൻപിൽ നിൽക്കുന്നത്. രാജാ രവിവർമ്മ 20 ദിവസത്തോളം കൊല്ലൂരിൽ താമസിച്ച് ദേവിയെ ധ്യാനിക്കുകയും തൻ്റെ ചിത്രങ്ങൾ ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു ശേഷമാണത്രേ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ലോകപ്രശസ്തമാവാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. ശങ്കരാചാര്യ സ്വാമികൾ മുതൽ ചട്ടമ്പി സ്വാമികൾ വരെയുള്ള മഹാത്മാക്കൾ ദേവിയുടെ ഈ ശാംഭവി ദൃഷ്ടിയുടെ പൊരുൾ നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. ലളിതാ സഹസ്രനാമത്തിലെ ശാംഭവി ശാരദാരാധ്യ എന്ന നാമം കേവലം ഒരു സ്തുതിയല്ല, മറിച്ച് മൂകാംബികയുടെ ആ കണ്ണിമ ചിമ്മാത്ത നോട്ടത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും പരമമായ സത്യമാണെന്ന് ഇവരൊക്കെയും നമുക്ക് പറഞ്ഞു തരുന്നു. അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് വിവേകപൂർവ്വം വേണ്ടിടത്ത് വേണ്ട പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതിനാണ് നമുക്ക് ഈശ്വരാനുഗ്രഹം വേണ്ടത്. അവിടെയാണ് മൂകാംബികാദേവിയുടെ ശക്തിയും പ്രാധാന്യവും നമ്മൾ അനുഭവിച്ചറിയുന്നതും. ഈ മണ്ഡപത്തിൽ എഴുതിക്കുക മാത്രമല്ല, നൃത്തവും സംഗീതവും അങ്ങനെ എല്ലാ കലകൾക്കും ഈ മണ്ഡപത്തിൽ വെച്ച് തുടക്കം കുറിക്കുന്നതും അരങ്ങേറ്റം കുറിക്കുന്നതും വളരെ പ്രധാനമാണ്. സരസ്വതി മണ്ഡപത്തിൻ്റെ തൊട്ടടുത്തായി ഹോമപ്പുരയും തിടപ്പള്ളിയും സ്ഥിതി ചെയ്യുന്നു. ചണ്ഡികാഹോമം നടക്കുന്നതും ഇവിടെയാണ്. തെക്കുവശത്തുള്ള ഈ ഭാഗത്ത് നമുക്ക് വന്നിരുന്ന് ജപിക്കുകയും മറ്റുമാവാം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുത്തടുത്തായി 5 ശ്രീകോവിലുകളുണ്ട്. ഇവയിൽ ആദ്യത്തെ ശ്രീകോവിലിൽ പഞ്ചമുഖ ഗണപതിയും മറ്റു 4 ശിവപ്രതിഷ്ഠകളുമാണ്. പ്രാണലിംഗേശ്വരൻ, പാർത്ഥേശ്വരൻ, നഞ്ചുണ്ടേശ്വരൻ, ചന്ദ്രമൗലീശ്വരൻ എന്നിങ്ങനെ ഈ പ്രതിഷ്ഠകൾ അറിയപ്പെടുന്നു.
ക്ഷേത്ര ഐതിഹ്യത്തിലെ മഹായോഗിയായ കോലമഹർഷി തപസ് ചെയ്തിരുന്നത് ഇന്ന് പാർത്ഥേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിൽ നഞ്ചുണ്ടേശ്വരൻ്റെ ശ്രീകോവിലിന് മുൻപിൽ മാത്രമാണ് നന്ദി പ്രതിഷ്ഠയുള്ളത്. പടിഞ്ഞാറേ ഗോപുരത്തിന് പുറത്ത് വടക്കു പടിഞ്ഞാറേ മൂലയ്ക്കായി ചൗഡേശ്വരിയുടെ ഒരു ക്ഷേത്രമുണ്ട്. എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ചെറിയൊരു മതിൽക്കെട്ടിനുള്ളിൽ ഒരു കൊച്ചു ക്ഷേത്രം. ക്ഷേത്ര സംരക്ഷകയാണ് ഈ ദേവി. വീണ്ടും അകത്തേക്ക് ചെന്നാൽ വടക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി 2 ശ്രീകോവിലുകളിൽ വീരഹനുമാൻ്റെയും വെങ്കടരമണൻ്റെയും പ്രതിഷ്ഠകളുണ്ട്. ഇതിന് തൊട്ടടുത്താണ് സ്വർണ്ണരഥം സൂക്ഷിക്കുന്ന ഭാഗമുള്ളത്. വടക്ക് ഭാഗത്ത് ദേവസ്വം ഓഫീസുകളും വഴിപാട് കൗണ്ടറുകളുമാണ്. വടക്ക് കിഴക്കേ കോണിലായി ക്ഷേത്രത്തിലെ വലിയ രഥം സൂക്ഷിച്ചിരിക്കുന്നു. അതിന് പുറകിലായി ഒരു ചെറിയ ശ്രീകോവിലിൽ ഗോപാലകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായി ഒരു ചെറിയ തുളസിത്തറ കാണാം. അതിൻ്റെ ചുവട്ടിലുള്ള ഒരു പ്രത്യേക ദ്വാരത്തിൽ ഓടക്കുഴലൂതുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹവുമുണ്ട്. സാധാരണഗതിയിൽ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. അടുത്തതായി വീരഭദ്രസ്വാമിയെയാണ് തൊഴേണ്ടത്. ക്ഷേത്രം കാവൽക്കാരൻ കൂടിയാണ് വീരഭദ്രസ്വാമി. വീരഭദ്രന് ഇവിടെ പ്രാധാന്യവും കൂടുതലാണ്. ക്ഷേത്രത്തിൽ വന്നാൽ ആദ്യം സ്തംഭഗണപതിയെ വണങ്ങി അകത്ത് കയറി ദേവിയെയും തൊഴുത് പുറത്തിറങ്ങി പ്രദക്ഷിണമായി ഉപദേവന്മാരെയും തൊഴുതു കഴിഞ്ഞാൽ അടുത്തതായി യഥാശക്തി വഴിപാടുകൾ കഴിക്കുക എന്നുള്ളതാണ്. ഓരോ വഴിപാടിനും നമുക്ക് കൃത്യമായ സങ്കല്പവും ഉണ്ടായിരിക്കണം. നിത്യവും 5 പൂജകളും 3 ശീവേലികളുമാണ് ഇവിടെയുള്ളത്. രാവിലെ 5 മണിക്കാണ് നട തുറക്കുക. ആദ്യം നിർമ്മാല്യ ദർശനം, തുടർന്ന് ലിംഗശുദ്ധി. നിർമ്മാല്യം മാറ്റി സ്വയംഭൂലിംഗവും ശ്രീകോവിലും വൃത്തിയാക്കുന്നതിനാണ് ലിംഗശുദ്ധി എന്ന് പറയുന്നത്. അഭിഷേകത്തിന് ശേഷം രാവിലെ 6:30 ഉഷപൂജ, ദന്തധാവന പൂജ എന്നാണ് ഉഷപൂജയുടെ അറിയപ്പെടുന്നത്. ചുക്കും ശർക്കരയും നെയ്യും ഏലക്കയും ഒക്കെ ചേർന്ന ഒരു മിശ്രിതമാണ് ഈ പൂജയ്ക്ക് നിവേദിക്കുന്നത്. തുടർന്ന് 7:30 മുതൽ പ്രാതകാല പൂജ, അതായത് നമ്മുടെ പന്തിരടി പൂജ തന്നെ. 8:30ക്കും 9 മണിക്കും ഇടയിലായി രാവിലത്തെ ശീവേലി നടക്കും. ഇതിനുശേഷം ഗുഡിശാന്തി എന്നൊരു മധുരപ്രസാദം എല്ലാവർക്കും നൽകുന്നു. രാവിലത്തെ ദന്തധാവന പൂജയുടെ നിവേദ്യമാണത്. ഉച്ചപൂജ 11 മണിയോടെയാണ് ആരംഭിക്കുന്നത്. ഉച്ചപൂജയോടനുബന്ധിച്ച് അഭിഷേകവും സൂക്തജപവും വിശേഷാൽ നിവേദ്യങ്ങളും ഒക്കെ ഉണ്ടാവും. ദീപാരാധനയും ഉച്ചശീവേലിയും കഴിഞ്ഞാൽ 1:30 നടയടയ്ക്കും. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തന്നെ വീണ്ടും നട തുറക്കും. 6 മണിവരെ പിന്നീട് ദർശനത്തിന് സമയവുമുണ്ട്. 6 മണിക്ക് പ്രദോഷ പൂജയും അതിനുശേഷം അത്താഴപൂജയും ശീവേലിയും. അത്താഴ ശീവേലി സമയത്ത് ദേവീ വിഗ്രഹം സരസ്വതി മണ്ഡപത്തിലിരുത്തിയ ഒരു പൂജയുണ്ട്. അഷ്ടാവധാന പൂജ എന്നാണ് ഇതിന് പേര്. ഇവിടെ അവിലാണ് ആ സമയത്ത് ദേവിക്ക് നിവേദിക്കുക. പൂജയോടനുബന്ധിച്ച് മംഗളാരതിയും ഉണ്ടാവും. ഈ സമയം സകല വാദ്യോപകരണങ്ങളും അകമ്പടിയായി വായിക്കുന്നുമുണ്ടാവും. അത്താഴ ശീവേലിക്ക് ദേവിയെ രഥത്തിലാണ് എഴുന്നള്ളിക്കുക. ശീവേലിക്ക് ശേഷം നടയടച്ചാൽ ദേവിക്ക് നിവേദിച്ച വിശേഷാൽ കഷായം ഭക്തർക്ക് വിതരണം ചെയ്യും. അത്താഴപൂജയ്ക്ക് ശേഷമാണ് ഈ കഷായ നിവേദ്യം നടക്കുന്നത്. ഔഷധ രൂപത്തിലുള്ള ഒരു നിവേദ്യമാണിത്. ആഗമശാസ്ത്ര വിധിപ്രകാരമാണ് ഈ കഷായം തയ്യാറാക്കുന്നതും. ശർക്കര, ചുക്ക്, കുരുമുളക്, ഏലയ്ക്ക, ജ്യേഷ്ഠമധു, തിപ്പലി തുടങ്ങിയ ഔഷധങ്ങൾ ചേർത്താണ് ഈ കഷായം തയ്യാറാക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു കഥയും പറയുന്നുണ്ട്. ആദി ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്ന കാലത്ത് കഠിനമായ തണുപ്പും മഴയുമേറ്റ് അദ്ദേഹം രോഗാവസ്ഥയിലായി അത്രേ. ആ സമയം സാക്ഷാൽ ആദിപരാശക്തി തന്നെ ഒരു സ്ത്രീരൂപത്തിൽ കുടത്തിൽ ഈ കഷായം കൊണ്ടുവന്ന് നൽകി എന്നാണ് പറയുന്നത്. ആ കഷായം കുടിച്ച മാത്രയിൽ തൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത ശങ്കരാചാര്യർ തനിക്ക് ഈ അമൃത കഷായം കൊണ്ടുവന്ന് തന്നത് സാക്ഷാൽ മൂകാംബികാദേവി തന്നെയെന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് ശങ്കരാചാര്യരുടെ നിർദ്ദേശപ്രകാരമാണത്രേ ഈ കഷായ നിവേദ്യം തയ്യാറാക്കി ദേവിക്ക് നിവേദിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പതിവ് തുടങ്ങിയത്. ക്ഷേത്രം തന്ത്രിമാരുടെ അഭിപ്രായത്തിൽ ഈ ഒരു കഥയ്ക്കും അടിസ്ഥാനമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതിപുരാതന കാലത്ത് മലമ്പനി വ്യാപകമായി ഉണ്ടായിരുന്ന പ്രദേശമാകയാൽ മലമ്പനിയിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ പൂർവികന്മാരാൽ ഉണ്ടാക്കപ്പെട്ടതായിരിക്കണം ഈ ഒരു കഷായം എന്നാണ് അവരുടെ അഭിപ്രായം. എന്തായാലും മറ്റു സാധാരണ ക്ഷേത്രങ്ങളിൽ പതിവില്ലാത്ത ഒന്നുമാണിത്. ഈ കഷായം വാങ്ങുന്നതിന് പ്രത്യേകിച്ച് രസീത് എടുക്കേണ്ട ആവശ്യവുമില്ല. തികച്ചും സൗജന്യമായാണ് ഇത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതും. അത്താഴ ശീവേലിക്ക് ശേഷം അവിടെ കാത്തു നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ കഷായ തീർത്ഥം നൽകി പോരുന്നു. പക്ഷേ സ്റ്റീൽ പാത്രങ്ങൾ കയ്യിൽ കരുതണമെന്ന് മാത്രം. പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇത് കൊടുക്കുക പതിവില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് മുൻപിലുള്ള കടകളിൽ ചെറിയ സ്റ്റീൽ പാത്രങ്ങൾക്ക് നല്ല ചിലവുമായിരിക്കും. ഈ കഷായ തീർത്ഥം വാങ്ങാൻ നല്ല തിരക്കുമുണ്ടാവും. ഇവിടെ 4 മേൽശാന്തിമാരാണ് ഉള്ളത്.
2 കുടുംബങ്ങൾക്കാണ് പൂജാധികാരം. പ്രദോഷ പൂജ ഗൗതമ ഗോത്രക്കാരനായ മേൽശാന്തിയാണ് ചെയ്യുന്നത്. രാവിലെയും ഉച്ചയ്ക്കും അത്താഴപൂജയ്ക്കുമുള്ള അവകാശം അടിക കുടുംബത്തിനുമാണ്. ആചാര്യ തപസ ആംനായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധ്യസ്തു പഞ്ചധ. ക്ഷേത്രാഭിവൃദ്ധിക്കുള്ള 5 കാര്യങ്ങളാണ് തന്ത്രശാസ്ത്രപ്രകാരമുള്ള ഈ പ്രമാണത്തിൽ പറയുന്നത്. ആചാര്യൻ്റെ തപസ്, പതിവായുള്ള വേദമന്ത്രജപം, നിത്യപൂജകൾ, വാർഷിക ഉത്സവാചരണങ്ങൾ, നിത്യേനയുള്ള അന്നദാനം. ഈ 5 കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ് പറയുന്നത്. ഈ 5 കാര്യങ്ങളും മൂകാംബികയിൽ വളരെ ഭംഗിയായി നടക്കുന്നുമുണ്ട്. നിത്യോത്സവമുള്ള മഹാക്ഷേത്രം എന്നതാണ് മൂകാംബികയുടെ പ്രത്യേകത. ദിവസേന 3 നേരങ്ങളിലുള്ള ശീവേലി ഉത്സവം, വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന വാരോത്സവം, 15 ദിവസം കൂടുമ്പോൾ പൗർണമിക്കും അമാവാസിക്കും നടക്കുന്ന പക്ഷോത്സവം, മാസോത്സവം, നവരാത്രി ഉത്സവം, വാർഷികോത്സവമായ രഥോത്സവം എന്നിവയാണ് മൂകാംബികയെ മറ്റു മഹാക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നവരാത്രി ഉത്സവം മുളയിടലോടെയാണ് ആരംഭിക്കുന്നത്. നവമി ദിനത്തിലാണ് രഥോത്സവം. വിജയദശമി ദിവസം വിദ്യാരംഭം, നവാന്നപ്രാശം എന്ന പുത്തരി നിവേദ്യം, ഇങ്ങനെ 9 ദിവസത്തെ ഉത്സവം. മൂലനക്ഷത്രം മുതൽ ശാരദാപൂജയും ഉണ്ടാവും. ഇവിടുത്തെ വാർഷികോത്സവം മീനമാസത്തിലാണ് നടക്കുക. ഉത്രനാളിൽ കൊടിയേറി മൂലം നാളിലെ രഥോത്സവം കഴിഞ്ഞ് പിറ്റേന്ന് ദേവിയെ സൗവർണികയിൽ ആറാടിച്ച് ക്ഷേത്ര ഉത്സവത്തിന് സമാപനമാകുന്നു. മൂലം നാളിൽ നടക്കുന്ന ഈ മഹാരഥോത്സവത്തിന് രഥം വലിക്കുന്നതിനായി അനവധി ഭക്തരും ഇവിടെ എത്തിച്ചേരും. ക്ഷേത്രത്തിന് മുൻപിൽ തയ്യാറാക്കിയ പ്രത്യേക രഥത്തിൽ ദേവിയെ എഴുന്നള്ളിച്ചിരുത്തി രഥം ക്ഷേത്രമഹാദ്വാരത്തിന് മുൻപിൽ കൊണ്ടുവന്ന് മൂലം നാളിലെ ശുഭമുഹൂർത്തത്തിൽ രഥം വലിച്ചു തുടങ്ങും. രഥം വലിക്കുന്നതിന് മുൻപ് രഥത്തിൽ നിന്നും പ്രധാന അടിക സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഭക്തജനങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇന്നത് സാധാരണ നാണയങ്ങൾ ആയെന്ന് മാത്രം. ഈ നാണയങ്ങൾ കയ്യിൽ കിട്ടുന്നത് മഹാഭാഗ്യമായിട്ടാണ് ഭക്തജനങ്ങൾ കരുതുന്നത്. രഥസ്ഥയായ ശങ്കരിയെ കണ്ടാൽ പിന്നെ മറ്റൊരു ജന്മം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. രഥത്തിൽ സംപ്രീതിയായി ഉപവിഷ്ടയാവുന്ന ദേവി താഴെ നിൽക്കുന്ന ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു എന്നാണ് വിശ്വാസം. ഈ വലിയ രഥം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ രഥത്തിൻ്റെ ഓരോ ചക്രത്തിലും ഓരോ ദേവതമാരുമുണ്ട്. ഈ രഥം ദേവതാമൂർത്തിയെ കൊണ്ടുപോകുന്ന ചൈതന്യവത്തായ ഒന്നാണ്. ഇതിൽ ദേവന്മാരുടെയെല്ലാം സാന്നിധ്യമുണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. പ്രത്യേക അളവുകളിലാണ് അതിൻ്റെ നിർമ്മാണവും. ദേവിയെ എഴുന്നള്ളിക്കുന്നതിന് മുൻപ് രഥശുദ്ധി വരുത്തണം. അതിനായി പ്രത്യേകം ഹോമവും ബലിയും ഒക്കെയുണ്ട്. ഇതെല്ലാം ചെയ്ത ശേഷമാണ് ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. രാജവീഥിയിലൂടെ ദേവിയെ കുറച്ചു ദൂരം എഴുന്നള്ളിച്ചതിന് ശേഷം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നതോടെ രഥോത്സവത്തിന് സമാപനമാകും. പിറ്റേന്ന് ക്ഷേത്രത്തിനകത്ത് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ഒരു കുളത്തിൽ ഓക്കുളി മത്സരം എന്നൊരു ചടങ്ങുണ്ട്. വളരെ രസകരമായ ഒരു ചടങ്ങാണിത്. അതിനുശേഷമാണ് ദേവിയെ ആറാട്ടിനായി സൗവർണികയിലേക്ക് എഴുന്നള്ളിക്കുന്നത്. പ്രത്യേക ഔഷധക്കൂട്ടുകൾ കൊണ്ട് തയ്യാറാക്കിയ എണ്ണ അഭിഷേകം ചെയ്താണ് ദേവിയെ ആറാടിക്കുക. ആറാട്ടിന് ശേഷം ഭക്തജനങ്ങൾക്കും ഈ എണ്ണ തേച്ച് കുളിക്കാനുള്ള അവസരവുമുണ്ട്. ആറാട്ടിന് ശേഷം തിരിച്ചെഴുന്നള്ളിക്കുന്ന ദേവിയെ ഒരു രാത്രി മുഴുവനും പടിഞ്ഞാറേ നടയിലുള്ള ഒരു പ്രത്യേക മണ്ഡപത്തിലെടുത്തും. പിറ്റേന്ന് പ്രഭാതത്തിലെ സൂര്യകിരണം ദേവി വിഗ്രഹത്തിൽ നേരിട്ട് പതിച്ചതിന് ശേഷമേ അകത്തേക്ക് എഴുന്നള്ളിക്കൂ. അതുപോലെ ഇവിടെ ചണ്ഡികാഹോമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായി കാണുന്ന വലിയ ഹാളിലാണ് ചണ്ഡികാഹോമം നടത്താറ്. ഇത് ഇവിടെ ഒരു കുടുംബ പൂജയായാണ് ചെയ്യുന്നത്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണം. രാവിലെയാണിത് നടത്തുന്നതും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഐശ്വര്യദായകവുമായ വഴിപാടുകളിൽ ഒന്നുമാണിത്. ആദിപരാശക്തിയുടെ ഉഗ്രരൂപമാണ് ചണ്ഡിക. ദുർഗാദേവിയുടെ രൗദ്രഭാവമായ ചണ്ഡിക ശുംഭനിശുംഭന്മാരെ നിഗ്രഹിക്കാനാണ് അവതരിച്ചത്. ശുംഭനിശുംഭന്മാരുമായുള്ള യുദ്ധത്തിനിടയിൽ ചണ്ഡികയുടെ പുരികക്കൊടിയിൽ നിന്നും അവതരിച്ച കാളി ചണ്ടമുണ്ഡന്മാരെ വധിച്ചതിനാൽ ചാമുണ്ഡി എന്നും അറിയപ്പെടുന്നു. എല്ലാ ദേവീഭാവങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായാണ് ചണ്ഡികയെ ആരാധിക്കുന്നത്. സർവ്വദേവതാമയി എന്നാണ് ദേവിയെ വിശേഷിപ്പിക്കുന്നത് തന്നെ. ചണ്ഡികാഹോമം നടത്തുമ്പോൾ ദേവിയെ ശത്രുസംഹാരകാരിയായും അതേസമയം സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്ന അമ്മയായും സങ്കല്പിക്കുന്നു. ദേവീ മാഹാത്മ്യത്തിൽ നിന്നുമുള്ള 700 ശ്ലോകങ്ങളും 700 സ്തുതികളും ചൊല്ലി 700 തവണ അതിമധുര പായസം ഹോമിച്ചുകൊണ്ട് ഏകദേശം 7 പുരോഹിതന്മാർ ചേർന്നാണ് ചണ്ഡികാഹോമം നടത്തുന്നത്. കേരളത്തിലെ ആചാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണിത്.
പായസം കൂടാതെ പുഷ്പങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കുപ്പിവളകൾ, പട്ടുസാരികൾ, പട്ട് തുടങ്ങിയ ഒട്ടനവധി ദ്രവ്യങ്ങളും ഹോമിക്കാറുണ്ട്. അതിശക്തമായ ഈ ഹോമം യഥാവിധി ചെയ്യുകയാണെങ്കിൽ ഫലപ്രാപ്തി നിശ്ചയമാണത്രേ. ചിലപ്പോൾ സുമംഗലി പൂജ, കന്യാദാനം, ദാമ്പത്യ പൂജ എന്നിവയും ഇതിനോടൊപ്പം ഉണ്ടാവും. ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാനും ഐശ്വര്യം, ശത്രുനാശം, ആരോഗ്യം, ദീർഘായുസ് എന്നിവ നേടാനും ഫലപ്രദമാണ് ചണ്ഡികാഹോമം എന്ന് കരുതപ്പെടുന്നു. മൂകാംബികയിലെ വാദ്യോപകരണങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട്. ഗോട്ടുവാദ്യവും സുഷിരവാദ്യവും തന്ത്രിവാദ്യവും ചേർന്നതാണ് ഇവിടുത്തെ വാദ്യസംഗീതം. സുഷിരവാദ്യങ്ങൾ മിക്കതും സാത്വികമാണ്. അതേസമയം തുകൽവാദ്യങ്ങളിൽ ചിലത് രാജസവും. അതേസമയം ചെണ്ട പോലുള്ളവ താമസ ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നവയുമാണ്. അതായത് കാളി, ലക്ഷ്മി, സരസ്വതി ഐക്യരൂപിണിയായ മൂകാംബിക ദേവിക്ക് സാത്വികവും രാജസവും താമസവുമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളാണ് വാദ്യോപകരണങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത് തിരിച്ചറിഞ്ഞ ആചാര്യന്മാരെ നമ്മൾ എത്ര കണ്ട് നമസ്കരിച്ചാലും മതിയാവില്ല. വേദമന്ത്ര സ്വരൂപിണിയും സാമഗാനപ്രിയയുമായ ദേവിക്ക് വേദപാരായണവും ഗാനാർച്ചനയും നിർബന്ധമാണ്. ഇവിടെ ചില പ്രത്യേക രാഗങ്ങളിലാണ് വാദ്യക്കാർ വാദ്യവും കുഴലും വായിക്കുക. 2 വട്ടത്തിലുള്ള ഡ്രം പോലുള്ള ഉപകരണം കൂട്ടിക്കെട്ടിയ വാദ്യമാണ് ശമ്മേട. നാദസ്വരത്തിൻ്റെ ചെറിയ രൂപമാണ് മൗറി. വലിയൊരു ഡ്രമ്മിൻ്റെ രൂപത്തിലുള്ളതാണ് താശ്മർ. ഇടയ്ക്ക പോലുള്ള ഡോളും മേളത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിനു പുറമെ ശ്രുതിയും കൂടി ചേർത്താണ് ഈ വാദ്യങ്ങളൊക്കെ വായിക്കുന്നത്. ഓരോ സമയത്തിനനുസരിച്ചും രാഗങ്ങളിലും താളങ്ങളിലും ഒക്കെ വ്യത്യാസമുണ്ടാവും. ഇവിടെ വന്നാൽ അടുത്തായി സന്ദർശിക്കേണ്ട 1-2 സ്ഥലങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് മൂടാടവി അമ്മൻ ക്ഷേത്രം. ബസ് സ്റ്റാൻഡിൻ്റെ വശത്തുകൂടി അങ്ങോട്ടേക്കുള്ള വഴി കാണാം. ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ അകലെയായി വനത്തിനുള്ളിലാണ് ഈ വനദുർഗാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൂകാസുരനെ വധിക്കുന്നതിന് മുൻപ് ദേവി തങ്ങിയ ഇടമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്തതായി സിദ്ധേശ്വര ക്ഷേത്രമാണ്. മാസ്തിക്കട്ടയിലെ പ്രധാന ഗോപുരം കടന്ന് കൊല്ലൂരേക്ക് വരുമ്പോൾ വലതുവശത്തായി ഒരു ക്ഷേത്രം കാണാം. അതാണ് സിദ്ധേശ്വര ക്ഷേത്രം. ശുക്രാചാര്യരാൽ സ്ഥാപിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന അതിപുരാതനമായൊരു ശിവക്ഷേത്രമാണിത്. ചുറ്റമ്പലത്തോടു കൂടിയ ഒരു കൊച്ചു ക്ഷേത്രം. ശ്രീകോവിലിന് മുൻപിലായി ശുക്ലതീർത്ഥം എന്ന പേരിൽ ഒരു ചെറിയ കുളവും കാണാം. ചില സമയങ്ങളിൽ ഈ തീർത്ഥത്തിന് നിറവ്യത്യാസവും ഉണ്ടാകുമത്രേ. ദേവിയുടെ മഹിഷാസുരവധവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഈ തീർത്ഥത്തിനുള്ളത്. ഈ ജലാശയത്തിലുണ്ടായിരുന്ന ശിവലിംഗമാണത്രേ ശുക്രാചാര്യർ ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഇനി നമുക്ക് പോവേണ്ടത് കുടജാദ്രിയിലേക്കാണ്. അത് മറ്റൊരു വീഡിയോയിലായി പറയാം. അതുമാത്രമല്ല, ഇവിടെ വന്നാൽ നിരവധി സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും വേറെയുമുണ്ട്. വരും അധ്യായങ്ങളിലായി പതിയെ ഓരോന്ന് പറയാം. ഇവിടെ വന്നാൽ തീർച്ചയായും 2 ദിവസം നിൽക്കണം. രാവിലെ 9 മുതൽ വൈകുന്നേരം വരെയുള്ള ഓരോ ചടങ്ങുകളിലും പങ്കുകൊള്ളണം. വൈകുന്നേരത്തെ കഷായതീർത്ഥം നിർബന്ധമായും സേവിക്കണം. അതുപോലെ ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള അന്നദാനത്തിലും പങ്കെടുക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ വന്ന് ഭഗവതിയെ തൊഴുമ്പോൾ കൃത്യമായ സങ്കല്പം വേണമെന്നുള്ളതാണ്. ഇവിടെ ചൊല്ലുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനാ മന്ത്രമുണ്ട്. കാലദേശ സ്ഥിതികൾക്കെല്ലാം പരിഗണന നൽകിക്കൊണ്ട് പുരാതന ഋഷികൾ രൂപം നൽകിയ അതുല്യമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രാർത്ഥനയാണിത്. ആ മന്ത്രം മുഴുവനും ചൊല്ലുക എന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. ഈ മന്ത്രം സ്ക്രീനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം. നിങ്ങൾക്കത് എഴുതിയെടുക്കാവുന്നതുമാണ്. ആ മന്ത്രത്തിൻ്റെ ചുരുങ്ങിയ ഒരർത്ഥം കൂടി പറയാം. ശ്വേതവരാഹകൽപ്പം എന്ന പേരുള്ള കൽപ്പത്തിലെ 7ാമത്തെ മന്വന്തരമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാം ചതുർയുഗത്തിലുള്ള കലിയുഗത്തിലെ പ്രഥമ പാദത്തിലാണ് നാം ജീവിക്കുന്നത്. ജംബുദ്വീപം എന്ന് പൗരാണികർ നാമം നൽകിയ ഒരു ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭാരതഖണ്ഡത്തിൽ ഹിമാലയത്തിന് തെക്കുഭാഗത്തായുള്ള സഹ്യാദ്രിയുടെ തെക്കുവശത്ത് ദിവ്യതീർത്ഥങ്ങളാലും ദിവ്യാത്മാക്കളായ മഹർഷിമാരുടെ സാന്നിധ്യത്താലും പവിത്രമായ കുടജപർവ്വതത്തിൻ്റെ താഴ്വരയിലും ദിവ്യതീർത്ഥമായ സൗപർണികയുടെ തീരത്തും സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ അനുഗ്രഹപ്രദമായി വിളങ്ങുന്ന എല്ലാ ദിവ്യശക്തികളുടെയും ഐക്യരൂപവും ആധാരവുമായ ശ്രീ മൂകാംബികയുടെ ദിവ്യസന്നിധാനത്തിലാണ് നാം എത്തിയിരിക്കുന്നതെന്ന് സ്മരിച്ചുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്.
ഏകാഗ്രമായ മനസ്സോടും നിർമ്മലമായ ഹൃദയത്തോടും കൂടി ഈ പ്രാർത്ഥന നടത്തുമ്പോഴാണ് നമുക്കതിൻ്റെ സൽഫലം ഉണ്ടാവുന്നത്. ഈ ജന്മത്തിലും ജന്മജന്മാന്തരങ്ങളിലും മനസാ വാചാ കർമ്മണ ചെയ്തു പോയ പാപങ്ങളുടെ ഫലത്തിൽ നിന്ന് മോചനം നേടാനും ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മങ്ങളിലും ധർമ്മം ആചരിച്ചുകൊണ്ട് ആയുരാരോഗ്യത്തോടും ആനന്ദത്തോടും ഐശ്വര്യത്തോടും കൂടി ആത്മബോധത്തിലേക്ക് ഉയരുവാനുമുള്ള അനുഗ്രഹത്തിനായി ജഗദംബയോട് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളുടെയും ദുഷ്ടശക്തികളുടെയും ബാധയിൽ നിന്ന് സംരക്ഷിച്ച് വിശിഷ്ട ഗുണങ്ങളും സദ്വിദ്യയും സമ്പാദിക്കുവാനുള്ള കഴിവ് നൽകി ജീവിതയാത്ര ശ്രേയസ്കരമാക്കി പരമലക്ഷ്യമായ മോക്ഷവും അപരിമേയമായ ആത്മബോധവും കൈവരിക്കുവാനായി അനുഗ്രഹിക്കുവാൻ ശ്രീ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഐക്യരൂപിണിയായ ശ്രീ മൂകാംബികയുടെ സവിധത്തിൽ ഇപ്രകാരം പ്രാർത്ഥന അർപ്പിക്കുന്നു. അതിവിശിഷ്ടമായ ആ മന്ത്രത്തിൻ്റെ സാരാംശം ഇങ്ങനെയാണ്. സ്ക്രീനിലും കമൻറ്റ് സെക്ഷനിലും ഈ ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട്. അക്ഷരത്തെറ്റ് കൂടാതെ അത് എഴുതിയെടുത്ത് ചൊല്ലി നോക്കാവുന്നതുമാണ്. കൊല്ലൂർ അത് കേവലമൊരു ഭൂപ്രദേശമല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളായി ഭാരതീയ ദർശനങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആത്മീയതയുടെയും ജ്ഞാനത്തിൻ്റെയും ഒരു മഹാസാഗരമാണ്. കുടജാദ്രിയുടെ മടിത്തട്ടിൽ സൗവർണികയുടെ തീരത്ത് ആദി ശങ്കരാചാര്യസ്വാമികൾ തെളിയിച്ച ആ ജ്ഞാനദീപം ഇന്നും അണയാതെ ജ്വലിച്ചു നിൽക്കുന്നു. അറിവിനേക്കാൾ വലിയൊരു വെളിച്ചം ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല എന്ന് അത് നമ്മളെ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്നു. അധർമ്മത്തെ നശിപ്പിക്കുന്ന ചണ്ഡികാഭാവവും അറിവിൻ്റെ വെളിച്ചം തൂകുന്ന സരസ്വതീ രൂപത്തിലെ വിദ്യാനുഗ്രഹവും ഒരമ്മയുടെ സ്നേഹവാത്സല്യങ്ങളും ഒത്തുചേരുന്ന ഈ തിരുസന്നിധിയിൽ വാക്കുകൾ അവസാനിക്കുകയും മൗനം ഒരു വിദ്യയായി മാറുകയും ചെയ്യുന്നു. ഈ യാത്രയിൽ നമ്മൾ കണ്ട കാഴ്ചകൾക്കും ദർശനങ്ങൾക്കും അപ്പുറം ഒരു വലിയ ഊർജം കൂടി ഈ മണ്ണിലുണ്ട്. ഭൗതികമായ ആഗ്രഹങ്ങൾക്കപ്പുറം മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കാൻ നാം പ്രേരിതമാകുന്നിടത്താണ് ഈ യാത്ര പൂർണ്ണമാകുന്നത്. ആ ജഗദംബികയുടെ ചൈതന്യം അക്ഷരങ്ങളായും വാക്കുകളായും ചിന്തകളായും നമ്മളിൽ നിറയട്ടെ. വാക്കിൻ്റെയും അറിവിൻ്റെയും അധിപതിയായ ആ കൊല്ലൂർ അമ്മയുടെ സന്നിധിയിലേക്കുള്ള ഇത്തവണത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ തവണ അവിടെ പോയി മടങ്ങുമ്പോഴും എന്തോ ഒന്ന് കൂടെ കരുതിയിട്ടാണ് നമ്മൾ മടങ്ങാറുള്ളത്. ഒരു വലിയ സമാധാനവും കുറച്ച് നല്ല ഓർമ്മകളും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.